എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. എന്താണ് ഇവരെ തള്ളിയിടാനുള്ള കാരണം? ഒന്നാമത്തെ കാരണമാ 106 സങ്കീർത്തന 28 വാക്യത്തിന്റെ പ്രാരംഭ ഭാഗ്യം. ഇവർ ബാൽപയോറിനോട് ചേർന്നു. ആരാണ് ബാൽപയോർ? ബിലയാം. മെസൊപ്പൊത്താമിയയിലെ പെദോരിൽ നിന്ന് ബയോരിന്റെ മകനാകുന്ന ബിലയാം. ആവർത്തനം 23:3. ബിലയാമിനോട് ചേർന്നത് പറഞ്ഞാൽ ബിലയാമിന്റെ ഉപദേശത്തോട് ചേർന്നു എന്ന് പറഞ്ഞാൽ ബിലയാമിന്റെ ആശയത്തോട് ചേർന്നു. ഈ വിഷയം സംബന്ധിച്ച് 3 പദം ഇന്നലെ ചിന്തിച്ചതാണ്. ബിലയാമിന്റെ വഴി, ബിലയാമിന്റെ വഞ്ചന, ബിലയാമിന്റെ ഉപദേശം. ഇതിന്റെ ചരിത്രമാണ് സംഖ്യാപുസ്തകം 22, 23, 24. 22-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ മോവാബിൽ വന്ന പാളയം ഇറങ്ങി. ഏതാണ്ട് 41-ാമത്തെ പാളയം ഇറങ്ങിയപ്പോൾ രാജാവാകുന്ന ബാലാക്ക് പേടിച്ചു. പേടിക്കാൻ 3 കാരണം. 1, അമോര്യരോട് ചെയ്തതെല്ലാം ബാലാക്ക് അറിഞ്ഞു. 2, ജനം വളരെയാ. 3, ബിലയാം പ്രവചിച്ച പ്രവചന കൂട്ടത്തിൽ ഒരു പദം പറഞ്ഞു, കാട്ടുപോത്തിന് തുല്യമായ ബലം ഇസ്രായേലിനുണ്ട്. അതാ പേടിക്കാൻ കാര്യം. അപ്പോൾ 23-ാം അധ്യായത്തിന്റെ 22-ൽ കാട്ടുപോത്തിന് തുല്യ ബലമെന്നും 21-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ക്ഷീണിച്ചെന്നും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ക്ഷീണിച്ചത്? വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു എന്നൊരു പദമുണ്ടെങ്കിലും എളുപ്പ വഴി കൊണ്ട് കനാനിലേക്ക് പോകാൻ ദൈവം അവരെ വിട്ടില്ല, വേറെ വഴിയെ കൂടെ കൊണ്ടുപോയി. കാരണം എളുപ്പ വഴിയാണെങ്കിലും വഴിയുടെ 2 വശവും പതികിരിപ്പാകുന്ന ഫെലിസ്തരുണ്ട്. ഫെലിസ്തർ യുദ്ധം ചെയ്യുന്നവർ വിദ്യാഭ്യാസികളാണ്. ഇസ്രായേലിന് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ആകെ 2 കാര്യം അറിയാം, കുഴയ്ക്കാനും. ഞാൻ ഇന്നലെ പറഞ്ഞ കുഴയ്ക്ക് വന്ന് കുഴച്ചത് കണ്ടോ? ഇവൻ പണ്ട് നിന്നിടത്തും കുഴയായിരുന്നു. 1, കുഴയ്ക്കാനറിയാം, 2, കഴിക്കാനറിയാം ഇസ്രായേലിന്. അപ്പൊ അതുകൊണ്ട് യുദ്ധം ചെയ്യാൻ ഇവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇവരെ അതിലെ വിട്ടില്ല. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ വിഷയത്തിൽ വരാം. 21-4 ക്ഷീണിച്ചു. പക്ഷെ 23-ന്റെ 22 കാട്ടുപോത്തിന് തുല്യ ബലമുണ്ട്. കർത്താവിന്റെ മഹത്വം, കാട്ടുപോത്തിന് തുല്യ ബലം. അപ്പൊ 21-ൽ ക്ഷീണിച്ചവർ 23-ൽ ബലപ്പെട്ടു. ക്ഷീണിക്കാനുള്ള കാരണം 1, വഴി നിമിത്തം. 2, ഇവർക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. അതെ, 21-ൽ ക്ഷീണിച്ചവർ 23 ബലപ്പെട്ടു. അപ്പൊ അതിന്റെ അർത്ഥം ഇടയ്ക്ക് ഇവർ ബലപ്പെട്ടു. ആ ബലപ്പെട്ട ഭാഗമായി ഇന്നലെ വായിച്ചത് 21-ന്റെ 16. അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക എന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. അപ്പോൾ ഇസ്രായേലിലെ കിണറെ പൊങ്ങിവ, അതിന് പാടിവി. പ്രഭുക്കന്മാര് കുടിച്ച കിണർ, ജനസേട്ടന്മാർ തങ്ങളുടെ ചെങ്കോല് കൊണ്ട് ദണ്ടുകൊണ്ട് കുത്തിയ കിണർ എന്നുള്ള പാട്ട് പാടി. അപ്പോൾ ഞാൻ വചനം പറയുന്നില്ലെന്നാ പറയുന്നത്. ഇന്നലെ വാക്യം വായിച്ചത് നിങ്ങളുടെ ഊപ്പാട് വന്നു അല്ലേ? അത് വചനമല്ലേ? പിന്നെ ഈ വചനമെന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ? ഷൈനോജ് മാസ്റ്റർ ഓർക്കുന്ന ഷൈനോജ് മാസ്റ്റർ വല്ലതും പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്കറിയാൻ പറയുകയല്ലെന്ന്. സ്തോത്രം. വചനമൊന്നും പറയുന്നില്ലെന്നാ പറയുന്നത്. എന്നെ കൊണ്ട് ഇതേ ഒക്കുള്ളൂ. ഇല്ല, നീ പോയി പൗലോസിനെ വിളിച്ചോണ്ട് വാ. ഇവരെ ക്ഷീണിച്ചവര് ബലപ്പെടാനുള്ള കാര്യമാണ് 21-ന്റെ 16. അവിടെ നിന്ന് ബേരിലേക്ക് പോയി. ബേരിന്റെ പണ്ടത്തെ പേര് ശൂര്. അപ്പൊ ഇവിടെ ജനത്തെ ഒന്നിച്ചു കൂട്ടുക. ഒന്നിച്ചു കൂടാൻ പറയാൻ കാരണം വിഘടിച്ച് നിൽക്കുക. കാരണം അത് ഇന്നലെ ചിന്തിച്ചല്ലോ നമ്മളെ ഭാഗം. വരാത്തവരുടെ അറിവിനാവും സൂചിപ്പിക്കുന്നത്. മന്നയ്ക്കെതിരെ ഇവർ പ്രശ്നമുണ്ടാക്കി. ദൈവത്തിനും നടത്തിപ്പുകാർക്കും ക്രിസ്തുവിനും എതിരെ ഇവർ പ്രശ്നമുണ്ടാക്കി. അതാണ് 21-4. പിന്നെ അവർ ഏതോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി. ആദ്യം ദൈവത്തിന് വിരോധമായി, പിന്നെ മോശയ്ക്ക് വിരോധമായി. അടുത്തത് മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? അടുത്തത് ഇവിടെ അപ്പവും വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം സാരമില്ലാത്ത ആഹാരം. മന്നയ്ക്കെതിരെയായി പറഞ്ഞത്. 1, ദൈവത്തിനെതിരെ. 2, നടത്തിപ്പുകാര് മോശയ്ക്കെതിരെ. 3, മന്നയ്ക്കെതിരെ. മന്ന ക്രിസ്തുവിനും തിരുവചനത്തിനും നിഴല. അതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ച് നിർത്തിയത്. മന്ന യേശു ക്രിസ്തുവിന് നിഴല എന്ന് പറയാനുള്ളതിന്റെ 1-ാമത്തെ കാരണം മന്ന മുകളിൽ നിന്ന് വന്നതാ. മുകളിൽ നിന്ന് വന്ന ഒരുവനെയുള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. ബാക്കി സകല ആൾക്കാർ താഴെ നിന്ന് മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മോളീന്ന് ഇറങ്ങി വന്ന ഒരുവനെയുള്ളൂ, നസറയനാകുന്ന യേശു. സ്വർഗം വിട്ട് ഇറങ്ങി വന്നു,
സ്വർഗമഹിമകൾ വെടിഞ്ഞു ഏഴയ്ക്കു വേണ്ടി യേശുയാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു ഏഴയ്ക്കു വേണ്ടി യേശുയാഗമായി. അപ്പൊ സ്വർഗത്തിൽ നിറങ്ങി വന്നവൻ, മുകളേന്ന് വന്ന ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. ഈ മന്ന യേശു ക്രിസ്തുവിന്റെ നടല, മുകളിൽ നിന്ന് വീണതാണ്. രണ്ട്, മന്ന കൊത്തമ്പാലരി പോല എന്ന് പറഞ്ഞാൽ ചെറുതാ, ചെറുത്. അതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചു നിർത്തിയത്. വലിയവനായ ദൈവം ചെറുതായിട്ട് ഇവിടെ അവതരിച്ചു. ചെറുത്. ആ വലിയവനായ ദൈവത്തെ പറ്റി ഞാൻ ചൊല്ലിയതാ സൈമൺ സാർ എഴുതിയ ഭേദവികാരം. അതിനാ പറഞ്ഞ സാറിന്റെ ഏതാണ്ട് എല്ലാം ചൊല്ലിയേച്ച് ഇവൻ എന്തേലും ബോധമുള്ളവനാന്നോ? വലിയവനായത് ഇന്ന് ഇങ്ങോട്ട് നോക്കിയ പ്രസംഗം. കൊണ്ടുകൂട്ടി ഞാൻ ചിന്തിക്കുക ആരാന്നോ? ആരാന്ന് എനിക്കും അറിയാൻ മേല. അതാ ഞാനും കിടന്ന് കുഴയെന്ന്. ആരാന്ന് എനിക്കും അറിയാൻ മേല. അതല്ലേ ഞാനും ഇപ്പൊ കിടന്ന് കുഴയെന്നേ. ആരാന്ന് നോക്കുകയെന്ന് എനിക്കറിയാൻ മേലെന്ന്. ആരെങ്കിലും ആട്ടെന്ന് ഓർത്താ ഞാൻ നിൽക്കുന്നത്. പിന്നെ അപ്പൊ വലിയവനായ ദൈവം, സർവജ്ഞനായ ദൈവം, ഈ കാണുന്ന സകല ചരാചരങ്ങളെ അണ്ടകടാകത്തെ ബ്രഹ്മാണ്ട കോടിനാണ്ടുകളെ നിർമ്മിച്ച സർവജ്ഞനായ ദൈവം, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലതും അവൻ ഉളവാക്കി, അവനായിട്ടും ഉളവായി. സകലത്തിന്റെ ലാക്കും സകലത്തിന്റെ കാരണഭൂതനും അവൻ തന്നെ. ആകാശങ്ങളെ നിർമ്മിച്ചവൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, ഭൂമിയിലെ പൊടിയെല്ലാം നാടികൾ കൊള്ളിക്കുന്നവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ. ഷൗമേല സാറ് എന്നാ കുമാറേ, ഷൗമേല സാറ് പാടിയൊരു പാട്ട് കൈയൊടിച്ചെന്ന് പാടിക്കേ. സകലത്തിലാകും അതിപനും അവനാ, ഉലകത്തെ നിർമ്മിച്ചോനും ആകാശ വലയത്തെ. അതെ, ഒന്ന് നിർത്തിക്കേ. ആ പാട്ടിന്റെ അടുത്ത ഞായറാഴ്ച അല്ല, വെള്ളിയാഴ്ച അല്ല, നമ്മുടെ മാസ്റ്റർ വന്നില്ലേ? തിങ്കളാഴ്ച. പുള്ളി വന്നില്ല, ജോൺ മാത്യു. അപ്പൊ തിങ്കളാഴ്ച പഴയ പാട്ടുകളെല്ലാം കൂടെ പാടി അതിന്റെ സന്ദർഭമൊക്കെ പറയുന്നൊരു പ്രോഗ്രാം ഇവിടെ സഹോദരന്മാര് ക്രമീകരിച്ചിട്ടുണ്ട്. ജോൺ മാത്യു ഒക്കെ. അത് എനിക്ക് 16-ാം തീയതി വൈകിട്ട് തിങ്കളാഴ്ച താഴത്തെ ഹോളില ഒന്നിലല്ലേ? ഒന്നില. അതും മെനക്കേടുണ്ടാക്കാൻ നീ വരരുത്, താല്പര്യമുള്ളവരെ വരാവുള്ളൂ. അവിടെ വന്ന് നീ കലക്കി വെച്ച് പോകരുത്. താല്പര്യമുള്ളവര്. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ പാട്ടിനൊരു സന്ദർഭമുണ്ട്. അത് ബ്രദർ സമൂഹത്തിലുള്ള ചില സഹോദരന്മാർക്ക്, പഴയ ആൾക്കാർക്ക് അറിയാം. ഒരു അഭിപ്രായ ഭിന്നതയുണ്ടായി ബ്രദർ സമൂഹത്തിൽ, രണ്ട് ചേരി. അപ്പൊ പറഞ്ഞിട്ട് ഇതൊന്നും അങ്ങോട്ട് ക്രമപ്പെടുന്നില്ല, തർക്കമായി. സിറ്റി മത്തായിക്കനൊക്കെ ആ മറുഭാഗം, സാറ് നിഷ്പക്ഷമായിട്ട് നിൽക്കുക, ഷൗമേല് സാറ്. ഇപ്പറ വേറൊരു വിഭാഗം, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ചേരി തിരിഞ്ഞു. വചനം പറഞ്ഞിട്ടൊക്കുന്നില്ല, അഭിപ്രായം പറഞ്ഞിട്ടൊക്കുന്നില്ല, യോജിക്കാൻ നോക്കിയിട്ട് ഒന്നും ഒക്കുന്നില്ല. അവസാനം ഇത് യോജിക്കുകയല്ലെന്ന് ബോധ്യപ്പെട്ടു. ചില സഹോദരന്മാർക്ക് ഹൃദയത്തിൽ അതിവേദനയായി. ദൈവമേ, ഇത് കലങ്ങിപ്പോവുമല്ലോ, യോജിക്കുന്നില്ലല്ലോ എന്ന് ഹൃദയവേദന. എല്ലാവരും വേദനപ്പെട്ടിരുന്നപ്പം ഷൗമേല് സാറ് ഒരു വരി അങ്ങ് എഴുതി. അവിടെ ഇരുന്നുകൊണ്ടൊരു വരി എഴുതി, അത് പാടി തീർന്നപ്പം കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. അത് ആ പാട്ടിന്റെ ശക്തി. അത് വല്ല ഈ ഊളന്മാർക്കറിയാമോ പാട്ടിന്റെ ശക്തി? ഇത് നിർമ്മിതകാരൻ പറഞ്ഞതല്ല, പാട്ടിന് ശക്തിയുണ്ട്. മോശയോട് പറഞ്ഞല്ലേ പാട്ട് നീ അവരെ പാടി കേൾപ്പിക്കണമെന്ന്, ആവർത്തനം 33. അപ്പൊ പാട്ടിന്റെ ശക്തി. എന്ത് പറഞ്ഞിട്ട് യോജിക്കുന്നില്ല. സാർ അവിടെ ഇരുന്ന് ഒരു വരി അങ്ങ് എഴുതി, ഉടനെ പാടി. പാട്ട് കേട്ടപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ പിടിച്ച് ചുംബനം കൊടുത്ത് കരഞ്ഞ്. ആ വരി നമുക്കൊന്ന് പാടി വെച്ച് മറ്റേ വരിലോട്ട് കയറാം. അപ്പൊ സാറ് കൊടുത്ത വരി ഇതാ: ഒരു സഹിച്ചും വൈരിയെ ജയിച്ചും പാരിതിൽ തിരുനാമ
ഘോഷിപ്പാൻ ചേരുവിൻ അതിമോദം. പോരുകൾ സഹിച്ചും വൈരിയെ ജയിച്ചും പാരിതിൽ തിരുനാമം ഘോഷിപ്പാൻ ചേരുവിൻ അതിമോദം. ഭിന്നത വെടിയാ ഭിന്നത വെടിയാ ഒന്നാകാം. ഉന്നത ചിന്തയോടുണർന്നിടാം. മന്നവനെ നമുക്കെതിരേൽക്കാം. മന്നവനെ നമുക്കെതിരേൽക്കാം. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട. നാമവൻ ദാസരായി വസിച്ചിടാം. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട. നാമവൻ ദാസരായി വസിച്ചിടാം. പോരുകൾ സഹിച്ചും വൈരിയെ ജയിച്ചും പാരുതിൽ തിരുനാമം ഘോഷിപ്പാൻ ചേരുവിൻ അതിമോദാൽ. അടുത്ത ലൈന അവരെ ഒന്നിപ്പിച്ചത് ഭിന്നത വെടിയാം ഒന്നാകാം. ഉന്നത ചിന്തയോട് ഉണർന്നിടാം. മന്നവനെ നമുക്ക് എതിരേൽക്കാം. സാറ് പാടി അങ്ങോട്ട് നിർത്തി എല്ലാവരും എഴുന്നേറ്റ് കൈ കൊടുത്ത് വിശുദ്ധയമ്പനം കൊടുത്ത് പ്രശ്നം പരിഹരിച്ചു. പാട്ടിന് ശക്തിയുണ്ട് കേട്ടോ. ഒരു പാട്ടിന്റെ വരിയായിരിക്കും ചിലരെ രക്ഷയിലേക്ക് നടത്താൻ മുഖാന്തരം. കാരണം നിങ്ങൾ ചിലർ ചിന്തിക്കും വചനമല്ലേ, വചനം ഉള്ള പാട്ടല്ലയോ ഈ പാടുന്നത്, വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലയോ പാടുന്നത്, അതിന് ശക്തിയുണ്ട്. ദൈവത്തിന് മഹത്വം ആട്ടെ. അപ്പൊ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ രക്ഷിപ്പാൻ വീണ്ടെടുക്കാൻ ചെറുതായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചു. അതാ മന്ന, കൊത്തമ്പാലതി പോലെ. തന്നെയുമല്ല, മന്നയുടെ വേറൊരു വിശേഷത ഈ ഒന്ന് മുകളിൽ നിന്ന് വീണതാ, ഉന്നതം വിട്ടിറങ്ങി വന്ന ക്രിസ്തുവിന്റെ നടല്. രണ്ട്, ഇത് ചെറുതാണ്. വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ചെറുതായിട്ട് അവതരിച്ചു. മൂന്ന്, ഈ മന്നയുടെ വിശേഷത ഈ ഞാൻ എൻ്റെ ശൈലി പറയാം, മന്നയ്ക്ക് മൊനയില്ല. മൊന ഉരുണ്ടായിരിക്കുന്നത്, ചെറുതാ ഉരുണ്ട എന്ന് പറഞ്ഞാൽ വൃത്താകൃതിയാണ്. എങ്ങനെ നോക്കിയാലും മൊനയില്ല, ഉരുണ്ടിരിക്കുകയല്ലേ. മന്നയ്ക്ക് മൊനയില്ല. അത് യേശു ക്രിസ്തുവിന്റെ നിർമ്മല ജീവിതത്തെ കാണിക്കുന്നതാ. എത്ര കോടതിയാ മാറി മാറി വിസ്തരിച്ചത്, ഒരു കുറ്റവും കണ്ടില്ലല്ലോ. ആ ഇതുപോലെ ശ്രേഷ്ഠനായ പരമവിശുദ്ധനായ ഒരുവനില്ല. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ആ ഉദാഹരണമല്ല, സംഭവം. പണ്ട് നമ്മുടെ കേരളത്തിൽ സായിപ്പ് വന്നപ്പം നമ്മുടെ ഒരു അമ്മ, പരിഭാഷയ്ക്ക് ആളുണ്ടെങ്കിലും അമ്മ കൊഴുക്കട്ട ഉണ്ടാക്കി കൊടുത്തു. കൊഴുക്കട്ട സായിപ്പ് ഒരു കൊഴുക്കട്ട എടുത്ത് തുടച്ചപ്പോൾ അതിനകത്ത് ചക്കരയും തേങ്ങായും. അന്തം വിട്ടുപോയി. അപ്പൊ സായിപ്പ് ചോദിച്ചു, ഇതിനകത്തെല്ലാം അങ്ങനാണോ എന്ന്. പരിഭാഷക്കാരൻ പറഞ്ഞതിനാൽ അതെല്ലാം ചക്കരയും തേങ്ങായും ഉണ്ട്. പുള്ളി ഒരു കൊഴുക്കട്ടയും കൊണ്ട് എടുത്ത് നോക്കി, ഇതെങ്ങനെ ഇതിനകത്ത് കയറ്റി എന്ന് ചോദിച്ചു. കാരണം പുള്ളി കൊഴുക്കട്ട ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയിട്ട്, കാരണം മൊനയില്ല, ഉരുണ്ടിരിക്കുക. ഈ പീരയും ചക്കരയും കയറ്റാൻ്റെ ഒരു വിടവ് വേണ്ടേ. പുള്ളി നോക്കിയിട്ട് ഇതിനകത്ത് അപ്പൊ ചോദിച്ചു, ഇതിന്റെ ടെക്നോളജി ആരാന്ന്. അപ്പൊ ചട്ടയും മുണ്ട് കൊടുത്തൊരു തള്ളയെ കൊണ്ട് നിർത്തി, അമ്മയാന്ന് പറഞ്ഞു ഇതിന്റെ ആള്. സായി പന്തം വിട്ടേച്ച് പറഞ്ഞെന്നാ പറഞ്ഞു, ഞങ്ങള് വാഷിങ്ടൺ പാലം വരെ പണിതേച്ചാ ഇങ്ങോട്ട് വന്നത്. സാറും കയറിയിട്ടുള്ളതാ പാലത്തേൽ, തോണിക്കൊടിച്ചാനും ഒക്കെ പലരും കയറിയിട്ടുള്ളതാണ്. 3-4 നിലയെ കൂടെ വണ്ടി പോകുന്നത്, മേളിൽ താഴെ കൂടെ കപ്പൽ പോകുന്നു. സാഹിബ് പറഞ്ഞു, ഇതിന്റെ ടെക്നോളജി ഞങ്ങൾക്ക് പിടികിട്ടിയില്ലെന്ന് പറഞ്ഞു. ചക്കരയും തേങ്ങ ഇതിനകത്ത്, കാരണം ഇത് നോക്കിയിട്ട് എങ്ങും ഒരു വിടവ് കാണുന്നില്ല കയറ്റാൻ. മന്ന ഇതുപോലെ ഉരുണ്ടിരിക്കുക, വൃത്താകൃതിയാ, ഉരുണ്ടിരിക്കുക. യാതൊരു ഊനമില്ല, മൊനയില്ല. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമറിയാത്തവൻ, പാപമേശാത്തവൻ, പരമവിശുദ്ധൻ. 6 കോടതി
മാറി വിസ്തരിക്കുക. പീലാത്തോസ് വിസ്തരിക്കുന്നു, ഒക്കുന്നില്ല. ഹെരോദാവ് വിസ്തരിക്കുന്നു, ഒക്കുന്നില്ല. സന്നിധി സംഘങ്ങൾ വിസ്തരിക്കുന്നു, ഒക്കുന്നില്ല. ഹന്നാവ് കയ്യപ്പാവ് മാറി വിസ്തരിക്കുന്നു, ഒരു മൊനയും കിട്ടുന്നില്ല. എന്നിട്ട് കള്ളസാക്ഷികളെയും കൊണ്ടുവന്നു, അതൊത്തും വന്നില്ല. ഒടുവിൽ പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകി വെച്ച് പറഞ്ഞു, നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. നിർമ്മലൻ, നിർദോഷൻ, പവിത്രൻ, നിഷ്കളങ്കൻ, ദൈവത്തിന് സ്തോത്രം. അവൻ മോശയേക്കാൾ വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, യോനയിലും വലിയവൻ, നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, ഉന്നതനായ ദൈവം, ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ. ഹല്ലേലൂയ. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യൻ ആരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യൻ ആരുമില്ല. അവനിൽ ശരണം പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി അവനിൽ ശരണം പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അതിനായിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. വരുവിൻ വണങ്ങി നമസ്കരിപ്പി, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവി. വരുവീൻ വണങ്ങി നമസ്കരിപ്പി, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവീൻ. ബലവും ബഹുമാനം ആകവേ തിരുമുമ്പിൽ അർപ്പിച്ചു വീഴുവീൻ. ബലവും ബഹുമാനം ആകവേ തിരുമുമ്പിൽ അർപ്പിച്ചു വീഴുവീൻ. തിരുനാമമെന്നേക്കും പാട്ടുവീൻ. ആയിരങ്ങളിൽ സുന്ദര വന്നിതൻ, ആരിലും ഉന്നത ക്രിസ്തുവാ. അതിനായിരങ്ങളിൽ സുന്ദര വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. കർത്താവിന് മഹത്വം കൊടുക്കുക. ഉന്നതനായവൻ, മഹിമയുള്ളവൻ, മഹത്വമുള്ളവൻ, അവൻ ശ്രേഷ്ഠനായവൻ. അവനോട് തുലനം ചെയ്യാൻ ഒരുത്തനുണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. ഇത്ര ശ്രേഷ്ഠനായ യേശുവിനെ ശുശ്രൂഷിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. ആ കർത്താവിനെ കൊത്തയാന്നതിലും 10 കാര്യം പറയാൻ അവസരം തരുന്നല്ലോ. ആ കർത്താവിനെ സേവിപ്പാൻ നിങ്ങൾക്ക് ഭാഗ്യം തരുന്നല്ലോ. ഇതിൽ കൂടുതൽ എന്തൊരു ഭാഗ്യം ലഭിക്കാനാ? നമ്മുടെ ആയുസ് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ഈ വചനമെടുത്ത് യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് ജീവിക്കുന്നതാണ്. ഇത് കൂടുതൽ വേറൊരു ഭാഗ്യം കിട്ടാനില്ല. ദൈവത്തിന് സ്തോത്രം. എവിടെ ചെന്നാലും മാന്യതയല്ലയോ? എൻ്റെ അപ്പനെ ഞാനെപ്പറയും കള്ളുഷാപ്പിലെ ഒരു ചെറിയ ജോലിയാ, കപ്പയും ഒക്കെ എടുത്തു കൊടുക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജോലി എന്നാ കഷ്ടപ്പെട്ട എന്നെ വളർത്തിയതും. സ്തോത്രം. ചെത്ത് തൊഴിലാളി യൂണിയനിൽ പെട്ട ആളായിരുന്നു, യൂണിയനായിരുന്നു. ഞാൻ ആ പാരമ്പര്യത്തിലെ ഒരു കുടവും എല്ലിൻ്റെ മുട്ടിയായിട്ട് എല്ലാവരും ചെന്ന് ആരേലും എന്നെ പകവെച്ച് തരും. ഇതുമായിട്ട് വന്നിട്ട് പലരും പകവെക്കുന്നില്ല. പിന്നെ എന്നെ കയറി ചൊറിയുക. ഇതെടുത്തതാ ഭാഗ്യം, ഇതെടുത്തതാ ശ്രേഷ്ഠം. ആരേലും 10 രൂപ തരുന്നെങ്കിൽ കുടുംബ മഹിമ കൊണ്ടോ കളർ കൊണ്ടല്ല, ഇതെടുത്തതാ. ആരേലും പച്ചവെള്ളം തരുന്നെങ്കിൽ നിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല, ഇതെടുത്തത് കൊണ്ടാ. ഇതിനെ ഉയർത്തിയാൽ ഇത് നിന്നെ ഉയർത്തും, ഇതിനെ കാത്താൽ ഇത് നിന്നെ കാക്കും. ഹല്ലേലൂയ. യേശുവിനെ അറിഞ്ഞതായ ഏറ്റവും വലിയ ഭാഗ്യം. അതെ, 34 പോയിന്റ് പറഞ്ഞില്ലെങ്കിൽ 1-2 എണ്ണമെങ്കിലും പറയാം. ഈ മന്ന 1 മുകളിൽ നിന്ന് വന്നതാ, 2 ചെറുതാ,
3 ഉരുണ്ടതാ, മൊനയൊന്നും. 4 നിലത്താ കിടക്കുന്നത്. നിലത്ത് കിടക്കുക, തൻ്റെ താഴ്മയെ കാണിക്കുന്നതാ. എന്ന് പറഞ്ഞാൽ വലിപ്പഭാവം വിചാരിച്ച് അവിടെ ഇരുന്നില്ല. ഞാൻ ദൈവമാ, ഞാൻ താഴോട്ട് വരത്തില്ല, ഞാൻ ഈ കസേരയെന്ന് എണീക്കുകയല്ല, ഇത് എന്റെ കസേരയാ. ഒരു വലിപ്പവും ഇല്ലായിരുന്നു. വലിപ്പം മാറ്റി വെച്ചേച്ചേ തന്നെത്താൻ താഴ്ത്തി നിലത്ത് കിടക്കുക. നിലത്ത് അവന്റെ താഴ്മയെ കാണിക്കുന്നതാ. രോമം കത്തിരിക്കുന്നവരുടെ ഇടയിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവന്റെ താഴ്ചയിൽ അവന്റെ ന്യായം കെട്ടുകയില്ല. അനേകം കാളകൾ എന്നെ വളഞ്ഞു ഭാഷാൻ കൂട്ടന്മാർ ബുഭക്ഷിയോട് എലർന്ന സിംഹം വന്ന പോലെ എന്നെ നേരെ വായ് വിളക്കുന്നു. അവൻ കഷ്ടമെടുത്തിരിക്കുക, എന്നെ വിട്ട് അകന്നിരിക്കരുത്. സഹായിപ്പാൻ എനിക്ക് മറ്റാരുമില്ലല്ലോ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാം ദൈവനെ ശിക്ഷിച്ചു മടിച്ചു ദണ്ഡിപ്പിച്ചിരിക്കുന്നു. അവന്റെ അടിപ്പുണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ നമ്മുടെ അകൃത്യങ്ങളല്ല അവന്റെ മേൽ ചുമത്തി. നാം നീതീകരിക്കപ്പെടുവാൻ, നാം രക്ഷപ്പെടുവാൻ, നാം ഗുണീകരിക്കപ്പെടുവാൻ, നമുക്ക് ആശ്വാസവും സമാധാനം ഉണ്ടാകാൻ നമുക്ക് വേണ്ടി അവൻ നിലത്ത് വീണു. നന്ദി കേട്ടായി നാരേ നാരക അഗ്നിയിൽ നിന്നു നേടാ. നന്ദി കെട്ടായി നാരേ നാരക അഗ്നിയിൽ നിന്നും നേടാ. മാനവത്തിരു പൊൻകുരുതി നീ ചിന്തി നിന്നല്ലോ. മാനവത്തിരു പൊൻകുരുതി നീ ചിന്തി നിന്നല്ലോ. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേലാ ദൈവ ജാതാ. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേലാ ദൈവ ജാതാ. നിനക്കീ വേദന വരുത്തി വെച്ച അതിനീചൻ ഞാനയ്യോ. നിനക്കീ വേദന വരുത്തി വെച്ചതി നീചൻ ഞാനയ്യോ. എന്റെ പ്രിയരെ, ഞാനും നിങ്ങളും രക്ഷപ്പെടുവാൻ, ഞാനും നിങ്ങളും താഴ്ചയെന്ന് ഉയർച്ച വരാൻ അവൻ നമുക്ക് വേണ്ടി നിലത്ത് വീണു. സങ്കീർത്തനക്കാരൻ പാടി നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. എന്റെ നിങ്ങളുടെ താഴ്ച മാറാനാ അവൻ താണ് നിലത്ത് വീണത്. അപ്പൊ 1 മുകളിൽ നിന്ന് വന്നത്, 2 ചെറുതാ, 3 ഉരുണ്ട് മൊനയൊന്നുമില്ല, 4 നിലത്ത് കിടക്കുക, 5 ദേ കൂടാരവാതകലാ കിടക്കുന്നത്. അതിന്റെ ചുറ്റും കൂടാരവാതിലിന്റെ ചുറ്റും കിടക്കുക. എന്ന് പറഞ്ഞാൽ അധികാലത്ത് കൂടാരവാതിൽ തുറന്നങ്ങോട്ട് ഇറങ്ങിയ ഉടനെ മന്നയാ. എന്ന് പറഞ്ഞാൽ മന്ന വാതക കിടപ്പുണ്ട്. ഈ മന്ന എപ്പോഴാ പൊഴിയുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്. എപ്പോഴാ വായിച്ചവരോട്? ഓരോരുത്തരും ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവീൻ. അതൊക്കെ എടുത്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് പൊഴിയുന്നത് എപ്പോഴാന്നാ? വൈകുന്നേരം കാടകൾ വന്ന് പാളയത്തെ മൂടി, പ്രഭാത കാലത്ത് പാളയത്തിന്റെ ചുറ്റും മഞ്ഞ് വീണ് കിടന്നു. അത് കിടന്നോട്ടെന്ന് ഞാൻ എതിർക്കുന്നില്ല. മഞ്ഞ എപ്പോഴാ പൊഴിയുന്ന എപ്പോഴാണ്? പ്രഭാത കാലത്ത്. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? വീണ് കിടന്ന മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പലിന്റെ മാതിരിയായി. ഒക്കെ ഞാൻ അംഗീകരിക്കുക. പൊടിയുന്ന എപ്പോഴാന്നാ ചോദിച്ചത്. അത് ഞാൻ പറഞ്ഞല്ലോ, ചുറ്റും കിടക്കുക. മന്ന പൊഴിക്കുന്നത് എപ്പോഴാന്ന്?
ആ സമയം പോകുന്നു. വായിര് 11:9. സംഖ്യ 11:9. സംഖ്യ 11:9. ആണ്ടടക്കുന്നു. രാത്രി പേളകത്തിൽ മഞ്ഞ് പൊഴിയുമ്പോൾ അതാ. അപ്പൊ ഇതെപ്പോഴാ പൊഴിയുന്നത് ജോൺസാ വിനോയേ? രാത്രി രാത്രിയിലാണ് ഇത് പൊഴിക്കുന്നത്. അപ്പൊ രാത്രിയിൽ പേളകത്തിൽ മഞ്ഞ് പൊഴിക്കുമ്പോൾ മഞ്ഞയും കൂടെ പൊഴിക്കും എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് മഞ്ഞും മഞ്ഞയും കൂടെ വരുന്നത്. മുകളിൽ നിന്ന് ഇങ്ങനെ മഞ്ഞും മഞ്ഞയും മഞ്ഞയും മഞ്ഞും മഞ്ഞും മഞ്ഞയും മഞ്ഞയും മഞ്ഞും മഞ്ഞയും മഞ്ഞ് വരും കൂടെ മഞ്ഞ പിന്നെയും മഞ്ഞും മഞ്ഞ അങ്ങനെ മഞ്ഞും മഞ്ഞയും കൂടെ മേളിൽ നിന്ന് വരുന്നത്. ഇങ്ങനെ അതൊരു ചെറിയ വ്യാഖ്യാനം കൂടെ അങ്ങ് പറയാം. ഉടക്ക് വരുമെന്നറിയാം, എന്നാലും വരുന്ന ഏതായാലും ഉടക്കാന്നില്ല മൊത്തം. ഈ മഞ്ഞും മഞ്ഞയും കൂടെ എന്ന് പറഞ്ഞാൽ മഞ്ഞ് ചിലയിടങ്ങളിൽ കാണുന്ന മഞ്ഞെല്ലാമല്ല, അങ്ങനെ പറയരുത്. ചിലയിടങ്ങളിൽ വ്യാഖ്യാനിച്ച് വരുമ്പോൾ മഞ്ഞ് പരിശുദ്ധാത്മാവിന് നിഴല. ചിലയിടങ്ങളിൽ കുട്ടിക്കാനത്ത് പോയിച്ച് മഞ്ഞ പരിശുദ്ധാത്മാവാന്ന് പറഞ്ഞ് അവിടെ എല്ലാം കറങ്ങി നടക്കരുത്, അത് വേറെ. അവധിക്ക് നാട്ടിൽ പോയപ്പോൾ കുട്ടിക്കാനം കയറ്റം കയറിയപ്പം പരിശുദ്ധാത്മാവ് എവിടെ എല്ലാന്ന് പറഞ്ഞ് അതല്ല. വേറെ പുസ്തകത്തിലെ ചില ഭാഗത്ത് ചില വ്യാഖ്യാനമാണ്. അപ്പോൾ ഈ മഞ്ഞ് പരിശുദ്ധാത്മാവിന് നടല. അങ്ങനാന്നല്ലോ ഉത്ഭവിക്കുന്ന സമയത്ത് ഉരുവായപ്പോൾ ദൂതം വന്ന് പറഞ്ഞത്, മറിയമേ ഭയപ്പെടേണ്ട, നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും. മറിയ ആശ്ചര്യപ്പെട്ട് ഭ്രമിച്ചെങ്കിലും മറിയൂന്ന് ചോദിച്ചു, പുരുഷനെ അറിയാൽ എങ്ങനെ സംഭവിക്കും? മറിയേ, പുരുഷന്റെ ഇഷ്ടത്താലും മനുഷ്യന്റെ ഇഷ്ടത്താലുമല്ല, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നടലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈ രണ്ട് ശക്തികൾ നിന്റെ ഉദരത്തിൽ ഒരു സമ്മേളിക്കുമ്പോൾ ഒരു പുരുഷ പ്രജകുജുവാകും. അപ്പൊ ഈ മഞ്ഞ് പരിശുദ്ധാത്മാവിന് നടല, മഞ്ഞ ക്രിസ്തുവിനും തിരുവചനത്തിന് നടല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം പറയാം, അതിരാവിലെ ഇറങ്ങുമ്പോൾ മഞ്ഞ് തട്ടി മാറ്റും, അകത്ത് മഞ്ഞ. അതാ മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞ. അതൊക്കെ കഴിക്കുന്നവരെ കണ്ടാൽ അറിയാം. മഞ്ഞിൽ പൊതിഞ്ഞ, നമുക്ക് ആവശ്യം മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞയാ. ഈ ചില ഇടങ്ങളില് മഞ്ഞ ഇഷ്ടം പോലെ ഉണ്ട്, മഞ്ഞില്ല. അയ്യോ എന്തമ്മേ വേണ്ട, മഞ്ഞയാ തരുന്നത്. ഒരു വാക്യം അങ്ങോട്ടെടുത്താൽ കീറാവുന്നതിന്റെ പരമാവധി കീറി, വരുന്നവരെല്ലാം കീറി 8 പോയിന്റ്, ആ 1 പോയിന്റിനെ 8ആയിട്ട് പിന്നെയും പകുത്ത്, അതിന്റെ 4 പോയിന്റ് വേറെ, പിന്നെ ഇപ്പറ ഒരു 3 പോയിന്റ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്തൊത്തിട്ടമാ, ഇഷ്ടം പോലെ മഞ്ഞ അങ്ങ് പൊഴിക്കുകയല്ലയോ. പുസ്തകമൊക്കെ ഇഷ്ടം പോലെ എഴുതുക, നല്ലതാ. മഞ്ഞില്ല. എന്നാൽ ഇപ്പൊ ചിലയിടത്ത് ഇഷ്ടം പോലെ മഞ്ഞയില്ല. വരുമ്പം മുതലങ്ങ് ആരാച്ചിരിക്കുന്ന പറഞ്ഞങ്ങ് ആടുക. ആരാധിക്കുന്ന ആരാച്ചിരിക്കുന്ന. ഞങ്ങളുടെ ഒരു ജോസ്പാസ് ഉണ്ടായിരുന്നു, മരിച്ചു പോയി. ഒരു പുതിയ പാട്ടുണ്ടായിരുന്നല്ലോ, പുള്ളി ഞാനിപ്പോഴും എനിക്ക് രസകരമായിട്ട ഒരു പാട്ടുണ്ട്. പാട്ടിന് ശാന്ത തുറമുഖം, ആ പാട്ടങ്ങനെ. അതിന് പുള്ളി ചോദിച്ചു, ശാന്ത തുറമുഖത്തടുത്തതിന് നിനക്കെന്നാന്ന്? പുള്ളി പറഞ്ഞ ഇപ്പോഴും എൻ്റെ കാതി മുഴങ്ങുക, ശാന്ത. അപ്പൊ ചിലയിടത്ത് ഇഷ്ടംപോലെ മഞ്ഞയില്ല. ഇത് രണ്ടും കുഴപ്പടിയാ. നമുക്ക് മഞ്ഞയും വേണം, മഞ്ഞും വേണം. ഞാൻ ദൈവത്തിന്റെ ദാസൻ, നിങ്ങളെല്ലാം ബഹുമാനിക്കപ്പെട്ടവരാ, നിങ്ങളെല്ലാം എന്നേക്കാൾ പരിജ്ഞാനവും പക്വതയും വന്ന്, എങ്കിലും ഒരു നിർദ്ദേശമൊന്നുമല്ല, ഒരു അഭിപ്രായം പറയുക. നമ്മുടെ സഭായോഗങ്ങളിൽ എൻ്റെ ഒരു അഭിപ്രായമാ, 1 മണിക്കൂർ നൃത്തം ചെയ്ത് ആത്മാവി നിറഞ്ഞോണം. 1 മണിക്കൂർ നൃത്തം ചെയ്ത് 1.5 മണിക്കൂർ തിരുവചനവും ശുശ്രൂഷിച്ചോണം. ആ സഭയെ വെല്ലാൻ ഒരു ശക്തി കാണുകയില്ല. ഒരു ദുർശക്തി സഭയെ തൊടത്തില്ല. നമുക്ക് ആത്മനിറവിന്റെ ആരാധനയും തിരുവചനത്തിന്റെ ആഴവും. മഞ്ഞിപ്പൊതിഞ്ഞ മന്ന, ഹല്ലേലൂയ. അപ്പൊ ഈ മന്ന
യേശു ക്രിസ്തുവിന്റെ നിഴല. അപ്പൊ അതിന് കാരണം കൂടാരവാതിന്റെ ചുറ്റും കിടക്കുക. അതിരാവിലെ കൂടാരവാതിൽ തുറന്നങ്ങോട്ട് ഇറങ്ങുമ്പോൾ വാതുക്ക മഞ്ഞ, മഞ്ഞ് തട്ടി മാറ്റുമ്പോൾ മഞ്ഞ എന്ന് പറഞ്ഞാൽ മന്ന വാതുക്ക കിടക്കുക, വീട്ടുവാതുക്കൽ എന്ന് പറഞ്ഞാൽ മന്ന തെപ്പി കിഴക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും വടക്കോട്ടും ഓടേണ്ട വാതുക്ക കിടപ്പുണ്ട് മന്ന. മന്ന ക്രിസ്തുവിന് നിഴല എന്ന് പറഞ്ഞാൽ യേശുവിന് നിഴല എന്ന് പറഞ്ഞാൽ യേശു അല്ലെങ്കിൽ ക്രിസ്തു. യേശു എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, രക്ഷകൻ, രക്ഷിക്കുന്നവൻ. അർത്ഥം ഇത്രയേ ഉള്ളൂ, രക്ഷ നിന്റെ വാതുക്കലുണ്ട്. രക്ഷ തപ്പി എങ്ങോട്ടും നീ പോകണ്ട. കേരളത്തിലൊക്കെ ഞാൻ പറയും രക്ഷിക്കുമെന്നും പറഞ്ഞ് കിഴക്കോട്ട് പോകണ്ട, ഒരു ചാൻസും ഇല്ല രക്ഷിക്കാൻ. മനസ്സിലാകുന്നില്ല. രക്ഷിക്കുമോ? അവിടുന്ന് ഇപ്പം ഉരുള് പൊട്ടിയാ വരുന്നത്. രക്ഷിക്കുമെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടുന്ന് ഉരുള് പൊട്ടി മിക്കവാറും പുള്ളിയും കൂടി ഇങ്ങോട്ട് പോരാൻ സാധ്യത. രക്ഷിക്കുകയല്ല തന്നെ ആ ഇരിപ്പിരിക്കുന്ന അല്ലാതെ. പണ്ട് ഞങ്ങൾ പാടി, ഇപ്പൊ പാടിയാ തല്ല് കിട്ടുമെന്നുള്ളത്. ഇത് വീഡിയോയിലും കൊടുത്തേക്കരുത് കേട്ടോ. അമ്മ ഇരുന്നേച്ച് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയേക്കരുത്. പണ്ട് ഞങ്ങൾ പാടുമായിരുന്നു, എന്തോ കൊടുത്താലോ എത്ര കൊടുത്താലോ എപ്പോഴും ആയിരിപ്പ് തന്നെ. മനസ്സിലായല്ലോ? അപ്പൊ രക്ഷിക്കുമെന്നും പറഞ്ഞ് കിഴക്കോട്ട് പോകണ്ട, രക്ഷിക്കത്തില്ല. അന്നേരം ആരാണ്ട് പറഞ്ഞു പടിഞ്ഞാറ് രക്ഷിക്കുമെന്ന്. അണ്ടാ ചേർത്തല സൈഡാ. കടലിൽ മുങ്ങിയ ഉരുളി ചാനാകുമ്പോ കൃത്യം അറിയാം അടുത്ത ഏരിയ ഉരുണ്ട് പള്ളിയുടെ അവിടം വരെ ഉരുളമ്മ പുള്ളി അന്നെ അമ്പെല്ലാം കയറി ആകെ പരിവക്കേണ്ടി നിൽക്കുക. ജോർജ് കുട്ടി 5-6 ഊരിക്കൊണ്ട് പോവാ. ഞാൻ ഇവിടുന്ന് ഏതാ രക്ഷിക്കുമെന്ന് പറഞ്ഞ് പടിഞ്ഞാട്ടെ ചേർത്തല ഭാഗത്തേക്ക് ആണ്ട് അർത്തങ്ക സൈഡാ. പുള്ളി നെഞ്ചത്തെല്ലാം അമ്പ് കയറി നിൽക്കുക, ഊരിക്കൊണ്ട് പോയി ഞാൻ എങ്ങനെയും രക്ഷപ്പെട്ടെന്ന്. പുള്ളി നമ്മളെ രക്ഷിക്കുമോ? പടിഞ്ഞാറൻ രക്ഷയില്ല. അന്നേരം പറഞ്ഞ് തെക്കോട്ടടിച്ച ഒരു തള്ള, കൊല്ലം സൈഡിൽ ഒരു തള്ളയുണ്ട് രക്ഷിക്കുമെന്ന്, വെള്ളക്കാരി തള്ള. തള്ളയും രക്ഷിക്കുകയല്ല. അന്നേരം ആരാണ്ട് പറഞ്ഞു പോലും വടക്കൊരു തള്ള ഇരിപ്പുണ്ടെന്ന്. അത്തള്ള രക്ഷിക്കും. അതേതാ ആ തള്ളയ്ക്കാന്നെ അത് നല്ല ഭാഷ പറയുന്ന ഇഷ്ടമല്ല. മനസ്സിലായി കാണാം. ഇതൊക്കെ മനസ്സിലാകുന്നവരുണ്ട്. ആവശ്യമില്ലാത്ത പറഞ്ഞാലേ ആ തള്ള പ്രസാദിക്കുകയുള്ളൂ. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ? കിഴക്കിരിക്കുന്ന പുള്ളിയും രക്ഷിക്കുകയില്ല, പടിഞ്ഞാറ് നിൽക്കുന്ന പുള്ളിയും രക്ഷിക്കത്തില്ല, തെക്കരിക്കുന്ന തള്ള വെള്ളക്കാരി തള്ളയും രക്ഷിക്കത്തില്ല, വടക്കരിക്കുന്ന ചുമന്നുകാരി തള്ളയും രക്ഷിക്കത്തില്ല. രക്ഷ നിന്റെ വാതുക്കലുണ്ട്. രക്ഷകൻ യേശുവാ, രക്ഷിതാവ് ക്രിസ്തുവാ, രക്ഷിക്കാൻ വല്ലഭത്തമുള്ളവൻ യേശുവാ. അവനിൽ കൂടി മാത്രമേ മാനവ ജനതയ്ക്ക് രക്ഷയുള്ളൂ. മറ്റൊരുത്തനും രക്ഷയില്ല. ഇന്ന് രാത്രിയും ആ രക്ഷകൻ നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുക. വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു, വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവാ, വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവാ. അടിക്കുന്നു എന്റെ മെയ്യിൽ, തുപ്പുന്നു എൻ മുഖത്ത്, അടിക്കുന്നു എന്റെ മെയ്യിൽ, തുപ്പുന്നു എൻ മുഖത്ത്. എന്റെ വിളി കേൾക്കുമോ മകളെ മകനെ ദയവാ, എന്റെ വിളി കേൾക്കുമോ മകനെ മകളെ ദയവാ. വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു, വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവാ, വാതിൽ തുറന്നിടുക മകനെ മകളെ കുഞ്ഞേ. ഈ പാട്ട് 2 വരി ജോഷിയുടെ വല്യം വെച്ച് പാടിക്കേട്ട് 2 വരി നമ്മുടെ കുഞ്ഞാച്ചമ്മ പാടിയതാ. ഏതാ നിങ്ങളുടെ വെട്ടിയാറ്? അവരുടെ സഭയെ മൊത്തം പാട്ടുകാരായിരുന്നു. കുഞ്ഞാച്ചമ്മയും ചിന്നമ്മാമയും ലില്ലിമാമ 4-5 ഇരുന്നങ്ങ് പാട്ട് തന്നെ പാട്ടാ.
നല്ല പാട്ടുകളാണ്. ഇന്ന് രാത്രിയിലും ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുക. രക്ഷകൻ വാതിക്കലുണ്ട്. നീ രക്ഷ തപ്പി കിടക്കൂട്ടും തെക്കോട്ടും വടക്കോട്ടും ഓടണ്ട. രക്ഷ നിന്റെ സമീപത്ത. രക്ഷകൻ യേശു. അതെ, അധികം വിസ്തരിക്കരുത്. ഇങ്ങനെയുള്ള മന്ന ഇവരെ തിരസ്കരിച്ചു. അപ്പൊ മന്ന തിരസ്കരിച്ചപ്പോ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവം അഗ്നി സർപ്പത്തെ അയച്ചു. കാരണം ദൈവത്തിനും മോശയ്ക്കും ക്രിസ്തുവിനും വിരോധമായി സംസാരിച്ച് വചനത്തെ നിന്ദിക്കുന്നവനാണ് ഉത്തരവാദിയാ. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. തമ്പുരാൻ ദൈവത്തിന്റെ ആയുധപ്പുരയിൽ ഏതെല്ലാം സൈസ് ആയുധങ്ങളായിരിക്കുന്നത് അത് ഒന്നങ്ങോട്ട് പ്രയോഗിച്ച് അഗ്നി സർപ്പം പാമ്പിനോട് പറഞ്ഞു പോയി കടിക്കാൻ പറഞ്ഞു. പാമ്പ് വന്ന് IPC ആണോ ചർച്ചോക്കോടാണോ നോക്കിയാന്നോ കടിക്കുന്നേ? പാമ്പിന് ഇത് വല്ലോ സെന്ററാണോ, ലോക്കലാണോ, കൗൺസിലാണോ, പ്രസിഡന്റ് ആണോ, വൈസ് പ്രസിഡന്റ് ആണോ, ജോയിന്റ് ആണോ എന്ന് വല്ലോ പാമ്പിവനെല്ലാം കയറി കടിച്ചു. ആദ്യം കടി കൊണ്ടവനെല്ലാം ചത്ത് വീണു. പുറകെ കടി കൊണ്ടവൻ വേദന കൊണ്ടോടി. കുറെ പേര് കടി കിട്ടാതിരിക്കാൻ മുഴുവൻ ഓടി. പാമ്പിന് ബോർഡ് വല്ലോ, പാമ്പിന് ചർച്ചക്കോട് സ്റ്റേറ്റ്, ചർച്ചക്കോട് റീജിയൻ, കല്ലുമല, പിന്നെ എന്തുവാ IPC, AG, പെനിയൽ, കിൽഗാൽ, ബഥേൽ. എടാ പാമ്പിന് ഇത് വല്ലതും വിഷയമാണോ? പാമ്പ് കയറി ഊടുപാട് നിന്നിച്ചവനെല്ലാം കയറി കടിച്ചു. കടി കൊണ്ട് പലതും ചത്ത് വീണു, ചിലത് പേടിച്ചു ഓടി. അങ്ങനെ 4 പാടും ചെതറിപ്പോയത് കൊണ്ടാ 21:16 പദം വന്നത്. വായിര്. അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടാൻ പറഞ്ഞു. ഞാൻ അവർ കടി കൊണ്ട് ചെതറി 4 പശുവും ചെതറിയത് കൊണ്ട് പറഞ്ഞു ഒന്നിച്ചു കൂട്ട്. ഓടിച്ച ഭാഗം അവസാനിപ്പിക്കുക. ഒന്നിച്ചുകൂടി കിണറ്റങ്കരയല്ല വന്നെ. കിണറെന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗവും എടുത്ത് വ്യാഖ്യാനിക്കാൻ തരവില്ല. കിണറിന്റെ പ്രത്യേകത ഒരു പദം എടുക്കുക, പ്രഭുക്കന്മാര് കുടിച്ച കിണറെന്ന്. അവിടെ അങ്ങനെ അടിച്ചിട്ടുണ്ട്, പ്രഭുക്കന്മാർ കുഴിച്ച കിണർ. അപ്പൊ കിണറ്റങ്കരല്ല വന്നത്. അപ്പൊ ഈ കിണർ പ്രഭുക്കന്മാര് കുത്തിയ കിണറാ. ജനശ്രേഷ്ഠന്മാരെന്നൊരു പദമുണ്ട്, അതിപ്പോ ഞാൻ എടുക്കുന്നില്ല. അതെടുത്താൽ നമുക്ക് 34 പോയിന്റ് 1 പോയിന്റ് പോലും പറയാൻ ഒക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രഭുക്കന്മാര് കുത്തിയ കിണറാ. അപ്പൊ ഈ കിണർ ആര് കുത്തി? ഒറ്റ വാക്ക് പറയാം, നിങ്ങൾ വചനം ആസ്വദിക്കുന്നുണ്ടല്ലോ. ഈ കിണർ അബ്രഹാം കുത്തിയ കിണറാ. അതന്നെ പ്രഭുക്കന്മാര് കുത്തിയെന്നല്ലേ എഴുതിയേക്കുന്നത്. അതെ, അപ്പൊ അബ്രഹാം കുത്തി. കാരണം അബ്രഹാം ദൈവത്തിന്റെ പ്രഭുവാ. കാരണം തെളിവ്, അബ്രഹാമിന്റെ ഭാര്യ സാറായി 127 വയസ്സ് മരിച്ചു. അന്ന് അബ്രഹാം ഹിത്യരുടെ നാട്ടിലാ. മരിച്ചുടനെ അബ്രഹാം ഹിത്യരോട് പറഞ്ഞു, ഞാൻ വന്നു പാർക്കുന്നവനും പരദേശിയുമാ. എന്റെ പ്രിയപ്പെട്ടവളെ അടക്കാൻ നിങ്ങളുടെ ഇടയിൽ എനിക്ക് ശ്മശാന ഭൂമി അവകാശമായി തരണം. ഉടനെ അബ്രഹാമിനെ പറ്റി ഹിത്യര് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. യജമാനനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭുവാകുന്നു. അമ്മാമേ വായിച്ചേ, അമ്മോൻ വായിച്ചോ. ഞങ്ങളുടെ ശ്മശാന സ്ഥലങ്ങളിൽ വെച്ച് വിശേഷമായതിൽ മരിച്ചവളെ അടക്കിക്കൊള്ളുക. മരിച്ചവളെ അടക്കുവാൻ ഞങ്ങളിൽ ആരും ശ്മശാന സ്ഥലം നിനക്ക് തരാതിരിക്കയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അബ്രഹാം എഴുന്നേറ്റ് ഏതാ വായിക്കുന്നത്? ഉൽപ്പത്തി 22 അതാ കൃത്യം. ഹിത്യർ അബ്രഹാമിനോട് യജമാനരെ കേട്ടാലും, ഇതേ ഫിലിപ്പോസ് മത്തായിച്ചന്റെ മോളാ, മോശം വരികയല്ല. വായിര്. യജമാനരെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭുവാ. എന്തോ സാക്ഷ്യമാ. അബ്രഹാമിനെ പറ്റി ഹിത്യർ ജാതികളാ പറഞ്ഞേക്കുന്നത്. എന്റെ പ്രിയരെ, വലിയ പേരും പ്രശസ്തി സ്ഥാനവും മാനവും കസേരയും കുന്തക്കോടാലിയും ഒന്നുമില്ലെങ്കിലും മറ്റുള്ളവർ പറയണ അയാൾ ഒരു ദൈവമകനാന്ന്. വേറൊന്നും പറയാൻ, വേറൊന്നും കേൾക്കുകയും വേണ്ട. പ്രായമുള്ളവരുണ്ടത് കൊണ്ട് ഒരു കാര്യം പറയാം. പണ്ട് തിരുവല്ല കോടതിയിലൊരു കേസ് നടന്നു. പക്കതനായ ഒരു മനുഷ്യന് വിരോധമായിട്ടാണ്. പക്കതൻ എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, വെമ്പാല കുട്ടിയച്ഛൻ്റെ ഒരു കസിനായിട്ട് വരും. വെമ്പാല കൊച്ചുകുട്ടിയച്ഛൻ, അതായത് പത്തൻകുട്ടിയച്ഛൻ അപ്പച്ചൻ്റെ പസ്കസിനായിട്ട് വരും കൊച്ചുകുട്ടിയച്ഛൻ. വെമ്പാല താഴാമ്പള്ളം ഫാമിലിയല്ല, ഇവിടെ മോളയാണ് ഞങ്ങളുടെ ബേച്ചാൻ്റെ വല്യമ്മച്ചി കൊല്ലാല്. അപ്പം അദ്ദേഹം നല്ല താടി, വണ്ടംപടിയാക്കച്ഛനെ പല താടിയുള്ള ആളാണ്. കൊച്ചുകുട്ടിയച്ഛൻ പക്കതനാ, സാക്ഷ്യമുള്ളവനാ. പക്ഷെ അയലത്തുകാരൻ ഒരാൾ പുള്ളിക്കെതിരെ കേസ് കൊടുത്തു. കൊച്ചുകുട്ടിയച്ഛൻ കേസിനും കോടതിക്കും പോകുന്ന ആളല്ല, പരമാർത്ഥിയാ, ഭക്തനാ. പക്ഷെ കോടതി വിളിച്ചത് കൊണ്ട് പോകാതിരിക്കാൻ ഒക്കത്തില്ല. പുള്ളി കോടതി ചെന്നു നിൽക്കുക. പ്രതിഭാഗം വക്കീല് വാദിച്ചു, കള്ളസാക്ഷികളെ കൊണ്ടുവന്ന എല്ലാം കൊച്ചുകുട്ടിയച്ഛന് വിരോധമാണ്. പുള്ളിയൊന്നും വീട്ടില്ല, ശാന്തമായിട്ട് നിന്നു. മജിസ്ട്രേറ്റും
നല്ല നല്ല അഡ്വക്കറ്റും ഒക്കെ നന്നായിട്ട് പഠിച്ചവരല്ലേ, അവർക്ക് ഒരാളെ കാണുമ്പോഴേ അറിയാം, അങ്ങനെ ജ്ഞാനമല്ലേ, അവർ വീക്ഷിക്കുന്നുണ്ട്. എന്നിരുന്നാലും പുള്ളിക്ക് വിരോധമായിട്ട് മുഴുവൻ തെളിവുകൾ, പുള്ളി ഒന്നും മിണ്ടുന്നില്ല. ഒടുവിൽ ആ ന്യായാധിപൻ, ഇത് നടന്ന സംഭവമാണ്, കാരണം മേരി കോവൂര് കൊച്ചമ്മയുടെ ചേട്ടത്തി ഉണ്ടായിരുന്നു, ശോശക്കുട്ടി കൊച്ചമ്മ, അവരുടെ ഹസ്ബൻഡ് ഒരു മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു, പഴയ ആൾക്കാർക്ക് അറിയാം. അപ്പൊ നിങ്ങൾ ഇയാളെ അതിന് വേണ്ട പഴക്കം ഉണ്ടെന്ന്, ഞാൻ പഴയ ആൾക്കാരായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അർത്ഥം പറഞ്ഞാൽ ഞാൻ അബ്രഹാമിന് മുന്നേ ഉള്ളവൻ എന്നൊരു പ്രയോഗം പറഞ്ഞല്ലോ, അത് വേറെ പോയിന്റില്ല. അപ്പൊ മേരി കോവൂരിന്റെ ജ്യേഷ്ഠത്തി ശോശക്കുട്ടി കൊച്ചമ്മയുടെ ഹസ്ബൻഡാ മജിസ്ട്രേറ്റ്. അപ്പൊ ഈ മനുഷ്യന് വിരോധമായിട്ടാ മുഴുവൻ വന്നെ. ഒടുവിൽ ആ ന്യായാധിപൻ ആ സ്ഥാനത്തിരുന്ന് കൊച്ചുകുട്ടിച്ചനോട് ചോദിച്ചു, പ്രതിക്ക് കോടതിയെ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? ആ ഭക്തനായ താഴാമ്പള്ളത്തെ കൊച്ചുകുട്ടിച്ചൻ, പണ്ടത്തെ കാലമല്ലേ, തൊഴുതോണ്ട് പറഞ്ഞു, ഇത്രോ പറഞ്ഞോളൂ, ഏമാനെ, ഞാനൊരു പെന്തിക്കോസുകാരനാ, കള്ളം പറയുകയല്ലെന്ന്. അത്രോ പറഞ്ഞോളൂ. ഞാനൊരു പെന്തിക്കോസുകാരനാ, കള്ളം പറയല. കണ്ണു നീര് വന്നു. ആ ന്യായാധിപൻ അല്പം നേരത്തെ മൗനത്തിന് ശേഷം വിധി പ്രഖ്യാപിച്ചു. അദ്ദേഹം നിരപരാധിയാ, വെറുതെ വിടാൻ പറഞ്ഞു. അതാ പെന്തിക്കോസ്. വക്കീല് വാദിക്കാനുമില്ല, കാശും കൊടുത്തില്ല, സാക്ഷികളുമില്ല, ഒറ്റ വാക്കേ പറഞ്ഞോളൂ. നമ്മളെങ്ങാനും ആ പറയുന്നെങ്കിലോ, ഏമാനെ, ഞാനൊരു പെന്തിക്കോസ്, നിന്നെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു, നിന്നെപ്പറ്റി പലരും പറഞ്ഞ്, അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പറയാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ. സ്ഥാനമൊന്നും ഇല്ലെങ്കിലും മാനമൊന്നുമില്ലെങ്കിലും മറ്റുള്ളവർ പറയട്ടെ, നീ ഒരു ദൈവ പൈതലാന്ന്. അന്നമാമ പാടിയ പാട്ടറിയാവല്ലോ, സ്ഥാനങ്ങൾ മാനങ്ങൾ. പാടാൻ നേരമില്ല, തന്നെയല്ലേ ഞാൻ പാട്ട് പാടുന്ന കുറ്റം. സ്തോത്രം. നല്ലൊരു. അപ്പൊ അബ്രഹാമിന്റെ പേര് സാക്ഷ്യം പറയുകയാ, യജമാനനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാണ്. അപ്പൊ സംഖ്യയിൽ വായിച്ചത് പ്രഭുക്കന്മാര് കുത്തിയ കിണറാ. അപ്പൊ അബ്രഹാം ആ പ്രഭു, അബ്രഹാം കുത്തിയ കിണർ. ഇനി വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കുന്നില്ല, നേരമില്ലാത്ത കൊണ്ടാ. എന്തിനാ അബ്രഹാം കിണർ കുത്തിയത്? എന്നാ ജോലിയിലും റിട്ടയർഡ് ആയി, ഇപ്പൊ സഭയുടെ ചാർജും ഇല്ല, എന്നാ പിന്നെ ചുമ്മാ ഇരിക്കണ്ട, ഞാൻ കിണറങ്ങ്. അബ്രഹാം കിണർ കുത്താനുള്ള കാരണം ഏകപക്ഷീയമായ ഒരു ഉടമ്പടി ഉൽപ്പത്തി 15 ദൈവവും അബ്രഹാമും കൂടെ. വിസ്തരിക്കാൻ നേരമില്ല. ഉടമ്പടികൾ കുറുപ്രാവിനെ പിളർന്നില്ല എന്നൊരു പദമൊക്കെ ഉണ്ട്. യെരമ്യാ പ്രവചനത്തിൽ ഇപ്പം ബാക്കി എടുക്കുന്നില്ല, കാരണം വേറെ സബ്ജക്റ്റ് വരും. എന്തായാലും കൊള്ളാം, ഗാഠനത്തിന് വന്നു, റാഞ്ചൻ പക്ഷി ഇറങ്ങി ആട്ടിക്കളഞ്ഞു. ആ ഗാഠനത്തിന് വന്നപ്പോ ദൈവം ആ പോച്ചോളയിൽ ഒരു സംസാരം അബ്രഹാമിനുണ്ട്. അബ്രഹാമേ, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അടിമകളായ ആ ജാതിക്കാരെ സേവിക്കും. അന്ന് സന്തതി ഉണ്ടായിട്ടില്ല. സന്തതി എന്നുള്ളത് അനേകരെ പറ്റിയല്ല, ഏകരെ പറ്റിയാ. അത് പുതിയ വ്യാഖ്യാനം യേശു ക്രിസ്തു, അവിടെ ഇസഹാക്ക്. സന്തതി ഉണ്ടാകാതിരുന്ന കാലത്ത് ആ ദൈവം പറഞ്ഞ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് പോകുമെന്ന്. കർത്താവിന്റെ മഹത്വം. അബ്രഹാം അത് വിശ്വസിച്ചു. എന്നിട്ട് ദൈവം ഒരു ദൂത് പറഞ്ഞു. അതാ എന്നെ ചിന്തിപ്പിച്ചത്. അന്റെ 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിച്ചേ. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അന്ന് 1-ാം തലമുറ പോലും ഉണ്ടായിട്ടില്ല. ഇസഹാക്ക് ജനിച്ചിട്ടില്ല, ഇശ്മയേൽ പോലും ജനിച്ചിട്ടില്ല. ഇശ്മയേൽ 16-ന്റെ ഒടുവിലാണ് ജനിക്കുന്നത്, ഇസഹാക്ക് 21-ലാണ് ജനിക്കുന്നത്. ഇശ്മയേൽ 16-ന്റെ ഒടുവിൽ, ഇസഹാക്ക് 21-ല്. പക്ഷെ ഇത് 15-ലാ പറഞ്ഞേ. ഇസഹാക്ക് ജനിച്ചിട്ടില്ല, ഇശ്മയേലും ജനിക്കാത്ത അന്നത്തെ കാലത്ത് സർവജ്ഞനായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി അത് പറയാ 4-ാം തലമുറക്കാർ ഇതിലേ വരും. അവറാച്ചൻ വിശ്വസിച്ചു. എന്റെ ഭാഷ പറഞ്ഞ അബ്രഹാം വിശ്വസിച്ചു. അവറാച്ചൻ വിശ്വാസ കണ്ണാൽ കണ്ടു ഇസഹാക്കിനെ. അബ്രഹാം വിശ്വാസ കണ്ണാൽ യാക്കോബിനെ യേശാവിനെ കണ്ടു. അബ്രഹാം വിശ്വാസ കണ്ണാൽ 12 ഗോത്രപിതാക്കന്മാരെ കണ്ടു. അബ്രഹാം വിശ്വാസ കണ്ണാൽ 70 പേരങ്ങോട്ട് പോകുന്ന കണ്ടു. അബ്രഹാം വിശ്വാസ കണ്ണാൽ 6 ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും തിരിച്ചു വരുന്ന കണ്ടു. അങ്ങനെ ആ വിശ്വാസം വർദ്ധിക്കേണ്ടത്.
ഇസഹാക്ക് ജനിച്ചിട്ടില്ല, ഇശ്മയേൽ ജനിച്ചിട്ടില്ല, ആരുമില്ലാഞ്ഞ കാലത്ത് ദൈവം പറഞ്ഞ 4-ാം തലമുറ ഇതിലേ വരുമെന്ന്. അബ്രഹാം വിശ്വാസം ക്ഷീണിച്ചില്ലല്ലോ. വിശ്വാസത്താൽ ഇസഹാക്കിനെ കണ്ടു, വിശ്വാസത്താൽ യാക്കോബിനെ ഏശാവിനെ കണ്ടു, വിശ്വാസത്താൽ 12 പേരെ കണ്ടു, ഗോത്രപിതാക്കന്മാർ. വിശ്വാസത്താൽ 70 പേര് പോകുന്ന കണ്ടു, വിശ്വാസത്താൽ അവര് തിരിച്ചു വരുന്ന കണ്ടു. അവറാജന്റെ അകത്ത് വിശ്വാസം വർദ്ധിച്ചു. അവറാജൻ മനസ്സിലാക്കി, എൻ്റെ മക്കളും മക്കളുടെ മക്കളും അവരുടെ കൊച്ചുമക്കളും മിസ്രയും പുറപ്പെട്ട് ക്ഷീണിച്ച് നടന്നു ഇതിലേ വരുമ്പോ കുടിക്കാൻ വെള്ളം വേണം. അതിനാ കിണർ കുത്തിയത്. അതാ പ്രഭുക്കന്മാര് കുത്തിയ കിണറ്. ശത്രു മൂടിക്കളഞ്ഞെങ്കിലും ദൈവമക്കൾ ഒന്നിച്ച് പാട്ടുപാടി ബലപ്പെട്ടപ്പോൾ വെള്ളം പൊങ്ങി വന്നു. വെള്ളം പൊങ്ങി വന്നു. പാടി ആരാധിച്ചാൽ ഈ ജലം പൊങ്ങി വരും. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവര് പാട്ട് പാടി ബലപ്പെട്ടപ്പോൾ വെള്ളം പൊങ്ങി വന്നു. ഈ വെള്ളം കുടിച്ചപ്പോൾ കാട്ടുപോത്തിന് തുല്യ വില ഉണ്ടായി. അങ്ങനെ ബലപ്പെട്ടത്. നടത്തിപ്പുകാരെല്ലാം വിഷമിക്കുന്ന സ്വോത്രകാഴ്ച പുള്ളി എടുപ്പിക്കുകയെന്ന് ഓർത്തായിരിക്കും ആ പാത്രമായിട്ട് അതിലെല്ലാം ഓടുന്നു. പാസ്റ്ററും ഭാരപ്പെടുന്നുണ്ട് ഒക്കെ എനിക്കറിയാം, സുബോധം ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഇവിടെ തന്നെ കൃത്യം വന്നത്. അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ സ്വോത്രകാഴ്ച എടുക്കും. പിന്നെ ഒരു ചെറിയ സഭയാണ്, അവർ വളരെ ബന്ധപ്പെട്ട ഇത് ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാം സഹകരിക്കുന്നുണ്ടെന്ന് അറിയാം. എങ്കിലും ഇന്ന് നന്നായിട്ടൊന്ന് സഹകരിക്കുക. നിർബന്ധത്താലും സമ്മർദ്ദത്താലുമല്ല, സന്തോഷത്തോടെ. ദൈവം ഈ സഭയെയും കൂടപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദേവകൾ വണങ്ങിടും ദീനദയാലുവേ, ദേവകൾ വണങ്ങിടും ദീനദയാലുവേ, സദയമി നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, സദയമി നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, യേശു മഹേശനെ നാഗനിവാസനെ, യേശു മഹേശനെ നാഗനിവാസനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ. അവതാരം ചെയ്തൊരു നാഥനെ, മരിയയിൽ അവതാരം ചെയ്തൊരു നാഥനെ, മലയതിൽ ബലി ചെയ്ത മർത്യ ശരീരനെ, മലയതിൽ ബലി ചെയ്ത മർത്യ ശരീരനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, യേശു മഹേശനെ നാഗനിവാസനെ, യേശു മഹേശനെ നാഗനിവാസനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ. നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ ക്ഷീണിച്ചവര് ബലപ്പെട്ടത് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ച്. അങ്ങനെയാണ് കാട്ടുപോത്തിന് തുല്യ ബലം. അതുകൊണ്ട് ഇസ്രായേലിനെ പറ്റി ഇവർ ഭയപ്പെടാൻ കാരണം. ആ ഭാഗം ഇനി അധികം വിസ്തരിക്കുന്നില്ല, കാരണം മണിക്കൂറുകൾ നിന്ന് പറയാനുള്ള ഭാഗം അവിടെ. എങ്കിലും ആ പോയിന്റ് പറയാം. ഇവരെ തള്ളിയിടാനുള്ള ഒന്നാമത്തെ കാരണം ബാൽപെയോറിനോട് ചേർന്നു. ബിലയാം വന്ന് ദുരുപദേശം പ്രചരിപ്പിച്ചു. ഞാൻ ഈ ഭാഗം മൊത്തം വായിച്ചു. ഈ സംഖ്യ 22, 23, 24 എവിടെ ഈ ദുരുപദേശം പറഞ്ഞത്. പക്ഷെ പറഞ്ഞതെല്ലാം നല്ല കാര്യമാണ്. പുസ്തകം വായിക്കുന്നവർക്കറിയാം. അവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് എന്തുവാ, സുഭാഷിതം. അങ്ങനെ തന്നെയല്ലേ ചാ, സുഭാഷിതം ചൊല്ലി തുടങ്ങിയത്. സുഭാഷിതം തുടങ്ങിയെന്ന സുഭാഷിതം നല്ല കാര്യമാണ്. 23-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും 23-ാം അധ്യായത്തിന്റെ 18-ാം വാക്യവും 24-ാം അധ്യായത്തിന്റെ 4-ാം വാക്യവും നല്ല കാര്യമാണ്. സുഭാഷിതം 3 പോയിന്റിലാ. ബാമോത്ത് ബാലിലും പ്രിസ്കയിലും അതിന്റെ തെക്കേ ചരിവിലെ 3 സ്ഥലത്താണ് നിന്നത്. ഇവിടെ എല്ലാം സുഭാഷിതം എന്ന. ഒന്നുകൂടെ വാക്യം വായിച്ചേ മാമേ. സുഭാഷിതം നല്ല കാര്യം. 18-ാം വാക്യം.
അവൻ സുഭാഷിതം ഉറക്കെ വായിര് എന്റെ കൊച്ചേ. അവൻ സുഭാഷിതം ചൊല്ലി മൈക്ക് കൂടെ വായിക്കും മോളെ. അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങിയത്. കണ്ടോ, സുഭാഷിതം നല്ല കാര്യമാ. 24-ന്റെ 3-4 വായിക്കുന്ന അവിടെ സുഭാഷിതം ചൊല്ലി. അപ്പോൾ ഇവിടെ എല്ലാം സുഭാഷിതം. പിന്നെ ഇവിടെ ദുരുപദേശം ഒപ്പിച്ചേ. സുഭാഷിതം എന്നല്ലേ എഴുതിയേക്കുന്നേ. എല്ലാം നല്ല കാര്യമാണ്. പിന്നെ എവിടെ പൂള് വെച്ചത് എവിടെ? അപ്പൊ ഞാൻ ഈ വിഷയം ഗൂഗിളിൽ തപ്പിയില്ല, വേറെ പുസ്തകം തപ്പി. ബാംഗ്ലൂര് നമ്മുടെ പ്രസാദ് ദൈവദാസന്റെ വീട്ടിൽ 3 ദിവസത്തെ കാത്തിരിപ്പ് യോഗത്തിന് വിളിച്ചു. ഇപ്പോഴല്ല, പണ്ട്. അപ്പൊ ഞാന് 2-ാം ദിവസത്തെ യോഗം കഴിഞ്ഞ് വിശ്രമിക്കാൻ 3 നില കെട്ടിടം, അതിന്റെ മുകളിൽ എനിക്ക് റൂം തന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു വെച്ച് വിശ്രമിക്കാൻ കയറി പ്രാർത്ഥിച്ചു. എന്നാ വേദപുസ്തകം വായിച്ചു കിടക്കാം. വേദപുസ്തകം വായിച്ചപ്പോൾ ഒരു താല്പര്യം, കൃപ. ഞാൻ അവിടെ ഇരുന്ന് വെളുക്കുവോളം വേദപുസ്തകം വായിച്ചു. ഉറങ്ങിയില്ല. ഒരു നടത്തിപ്പ്. 1-2 പ്രാവശ്യം കണ്ട് ബാത്റൂമിൽ പോയി. മുഴുവൻ നേരം വേദപുസ്തകം വായിച്ചു. ഏതാണ്ട് 5:45 വരെ വേദപുസ്തകം വായിച്ചു. അങ്ങനെ ചെയ്യുന്ന പലരുണ്ട്. അനുഗ്രഹമാണ്. വായിച്ചപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു. അപ്പൊ ഈ 3 ഭാഗത്തും എൻ്റെ ഒരു കാരണം പറയും. എനിക്ക് എന്നോട് ചെല്ലി പറഞ്ഞ അതൊന്നും പൊതുവെ പറയുന്നതാ. ഞാൻ പറയും, എനിക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒന്നുമില്ല. അതിൻ്റെ ആണെന്നല്ലേ ഈ ആവശ്യമില്ലാത്ത എല്ലാം പറയുന്ന ആൾക്കാർ. ഇംഗ്ലീഷ് ഒന്നും കൂട്ടി വായിക്കാൻ അറിയാൻ മേല. പിന്നെ ആ കൂടെ മലയാളം അറിയാം. പിന്നെ മറുഭാഷ പറയും. അതെന്നാന്ന് എനിക്കും അറിയാൻ മേല. ഒരു തള്ള ചോദിച്ചു മനസ്സിലാകുന്ന, ഞാൻ പറഞ്ഞ എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. അങ്ങനെ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതും വേറെ ഭാഷയൊന്നും അറിയാൻ മേല. അപ്പൊ ഈ മലയാളമേ അറിയുള്ളൂ. അതുകൊണ്ട് മലയാളമാണ് കൂടുതലും വായിക്കുന്നത്. അപ്പൊ ഞാൻ ആ ഭാഗം ഇങ്ങനെ വായിച്ചു. ഈ 3 ഭാഗത്ത് സുഭാഷിതം ചൊല്ലി എന്നാ. ഒന്നുകൂടെ ആ 3 വാക്യം വായിച്ചേ. അപ്പോൾ അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങിയത്, ബാലാക്ക് എന്നെ അരാമിൽ നിന്നും മോവാബ് രാജാവ് പൂർവ്വ പർവ്വത. മോനെ, ആ 3 വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം വായിച്ചാ പോരായോ? അവൻ സുഭാഷിതം 18 അവൻ 24:3 അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങിയത്. അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങിയത്. അപ്പൊ ഈ 3 ഭാഗത്തും സുഭാഷിതം ചൊല്ലി നല്ല കാര്യമാണ്. കാട്ടുപോത്തിന് തുല്യ ബലവനുണ്ട്, ആമനവ ദയ്യോരുടെ മധ്യമുണ്ട്, ആപചാര യാക്കോബിന്റെ പറ്റത്തില്, യാക്കോബ് തിന്മ കാണുവാനില്ല, യാക്കോബ് നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലിന്റെ നിവാസങ്ങൾ എത്ര ഭയങ്കരം മനോഹരം. നല്ല കാര്യമായി പറഞ്ഞത്. ഇതെല്ലാം പറഞ്ഞ് പോകാൻ നേരത്ത് അവനൊരു പൂള് വെച്ചു. 24-ന്റെ 23 അങ്ങനെ വേറെ ദിവസം വായിക്കണ്ട. ഈക്കൊരു ഊന്നൽ കൊടുത്ത കണ്ടോ? ഒന്നുകൂടെ വായിര്. അതാ 3 സ്ഥലത്ത് സുഭാഷിതം ചൊല്ലി പോകുന്ന പോക്കിന് അവൻ ഈ സുഭാഷിതം കൂടെ ചൊല്ലി. ഇതുകൂടെ വെച്ചു കൊടുത്ത്. പോകാൻ നേരത്ത് പറഞ്ഞു, ഇവന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ഒക്കത്തില്ല, മോറൽ സൈഡ് തകർത്തേക്കാൻ പറഞ്ഞു. അപ്പം അവര് 25-ാം അധ്യായത്തിലുണ്ടല്ലോ, ഇവര് കത്ത് കൊടുത്തു. ഇവര് ചെന്നു, വണങ്ങി, ഭക്ഷിച്ചു. അതൊക്കെ വിസ്തരിക്കാൻ നേരമില്ല. തട്ടിക്കളഞ്ഞു. 24,000 എണ്ണം. തള്ളിയിടാനുള്ള ഒന്നാമത്തെ കാരണം ബിലിയാമിനോട് ചേർന്നു. ആ ഭാഗത്ത് തന്നെ ഇന്നും നാളെ നിന്ന് പ്രസംഗിച്ചാൽ തീരുകയില്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. 2-3 പോയിന്റെങ്കിലും പറയാം. 2 തള്ളിയിടാനുള്ള രണ്ടാമത്തെ കാരണം ഇനിയും വിസ്തരിക്കുന്നില്ല, പോയിന്റ് മാത്രം അങ്ങ് പറയാം. എല്ലാം പറയത്തില്ല, നേരമില്ല. രണ്ടാമത്തെ കാര്യം, തള്ളിയിടാനുള്ള രണ്ടാമത്തെ കാരണം 106-ാം സങ്കീർത്തനം തന്നെ അതിന്റെ 34-ാമത്തെ വാക്യം വായിച്ചേ. യഹോവ തങ്ങളോട് നശിപ്പിപ്പാൻ കൽപ്പിച്ചതുപോലെ അവർ ജാതികളെ നശിപ്പിച്ചില്ല. മതി. തള്ളിയിടാനുള്ള രണ്ടാമത്തെ കാരണം ജാതികളെ നശിപ്പിച്ചില്ല. ഈ കനാനെ തന്നെ 7 കൂട്ടം ജാതി ഉണ്ട്. ഹിർവ്യര്, അർഗ്യര്, പെരിസര്, യബൂസര്, ഹമോര്യര്, അമോര്യര്, ഹിത്യര്, പ്രബല ജാതി.
പിന്നെ ഒരു 32 ഉപജാതി. ആ 42 ഉപജാതി, കിർഗശി, അർവാനി, ഹമാത്തി, ഹമാരി, പിന്നെ അങ്ങനെ 42 ഉപജാതി. 32 ഉപജാതിയും 7 പ്രബല ജാതി, 32 7 39. പിന്നെ ഒരു സമ്മിശ്ര ജാതി, അങ്ങനെ മൊത്തം 40. പെന്തിക്കോസാണോ അത് വല്ല സമുദായമാണോ? അതാ സമ്മിശ്ര ജാതി. ഇറങ്ങിയിട്ട് 2, 5, 8, 10 കൊല്ലമായി ചൊവ്വനെ ജീവിക്കാൻ പറ്റിയ അതുമില്ല. എന്നാൽ വൃത്തിയായിട്ട് പാപം ചെയ്യാനത്തോ രണ്ടിനാലും കിടന്ന് ഇറങ്ങുക. അതാ സമ്മിശ്ര ജാതി. അപ്പൊ പ്രബല ജാതി 7 നശിപ്പിച്ചില്ല, തള്ളുകിടാനുള്ള കാരണം ഇടയ്ക്ക് കയറിയ ഒരു ദൂത് വചനത്തിൽ. നിങ്ങൾ വചനം ആസ്വദിക്കുന്നവരാ. തമ്പുരാൻ ഒരിക്കൽ സംഭവം പിന്നീടാണെങ്കിലും ശൗലിനോട് പറഞ്ഞു അമാലേക്കിനെ മുഴുവൻ നിർമൂലമാക്കാൻ. അവൻ നിർമൂലമാക്കിയില്ല. ആഗാഗനെ ജീവനോടെ പിടിച്ചു. ആഗാഗ് അമാലേക്കിന്റെ രാജാവാ, നേതാവാ. അയാളെ അങ്ങോട്ട് പറഞ്ഞ കസാലോട്ടിരുന്നോളാൻ പറഞ്ഞു. കൊള്ളയിൽ ഹീനവും നിസാരമായെല്ലാം തട്ടി. കൊള്ളയിൽ കൊടുത്ത ആടിനെയും കാളയും മാറ്റി നിർത്തി. നശിപ്പിച്ചില്ല. ശൗമേല് സമയത്ത് വന്ന് ചോദിച്ചു, ശൗലെ അമാലേക്കിനെ കൊന്നോ? അച്ഛാ എല്ലാം കൊന്നു. അച്ഛാൻ വരാഞ്ഞിട്ട് ആശീർവാദം പറയാഞ്ഞെന്ന്. എന്നാ ശൗമേല് ചോദിച്ചു, പിന്നെ കാളയുടെ മുക്കറായും ആടിന്റെ ഉടനെ പറയാ വർഷിപ്പിന്റെ മെതേഡ് മാറ്റിയതാണ് മുക്കറ. ശൗമേല് പറഞ്ഞു, നീ യഹോവയുടെ കൽപ്പന ലംഘിച്ചു, നീയുമായിട്ട് എന്നെ കൂട്ടായ്മയ്ക്കില്ല. ശൗമേല് തിരിഞ്ഞങ്ങ് നടന്നുടനെ ശൗമേന്റെ നിലയെങ്കിയെ പിടിച്ച് വലിച്ചു. അത് കീറിയും പോയി. എഴുതിയിട്ടില്ലെങ്കിലും ആശയം പുള്ളി പറഞ്ഞ എന്റെ തുണിയും കൂടെ കീറി മേലെന്നെ കണ്ടേക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയില്ലെങ്കിലും ആശയം അതാ. അധ്യായത്തിന്റെ ഒടുവിൽ ഒരു പദമുണ്ട്, ശൗൽ പിന്നെ ശമൂവേലിന്റെ ജീവപര്യന്തം കണ്ടിട്ടില്ലെന്ന. ആ വാക്യം കണ്ടോ? എന്തിനാ ഞാൻ കാണുന്നേ? തുണി കീറിയച്ച് ജീവപര്യന്തം കണ്ടില്ല. അതിന്റെ ആത്മീക വശം പറയാം. ശൗലും ശമൂവേലും പിന്നെ അനുസരണക്കേട് കാണിച്ചതിൽ പിന്നെ ശൗൽ ശമൂവേലിനെ കണ്ടിട്ടില്ല. അർത്ഥം ഇത്രയേ ഉള്ളൂ, ഈ കൽപ്പനാലംഘനം നടത്തിയതിന് ശേഷം ശൗൽ ദൈവശബ്ദം കേട്ടിട്ടില്ല. കാരണം ശമൂവേലല്ലയോ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകൻ, ദാൻ മുതൽ ബേർശേബ വരെ. ശമൂവേലിൽ കൂടി അല്ലയോ ദൈവം അരുളപ്പാട് ജനത്തിന് കൊടുക്കുന്നത്. ശമൂവേലിന്റെ അടുക്കലല്ലയോ അരുളപ്പാടിന് ചെല്ലുന്നത്. ശൗല് പിന്നെ ശമൂവേലിനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ഈ അനുസരണക്കേട് കാണിച്ച പിന്നെ ശൗൽ ദൈവശബ്ദം കേട്ടിട്ടില്ല. പിന്നെ ഞായറാഴ്ചയൊക്കെ നിന്ന് ചുമ്മാ പറഞ്ഞ കഴിഞ്ഞ രാത്രിയും വ്യക്തമായി കേട്ടു, ശക്തമായിട്ട് ഇടപെട്ടു. കൽപ്പന തുണിയും കയറിയ ചടക്കുന്നവനാണ് അങ്ങനെ ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേട്ടില്ല. ദൈവശബ്ദം കേൾക്കാണ്ടോണ്ടാ പിന്നെ അമ്മാമ്മയുടെ ഒക്കെ പോയത്. അമ്മാമ്മ പിന്നെ ആരെയും വരുത്തുന്ന അമ്മാമ്മയാ. എന്തെല്ലാം ക്രമക്കേടാ. നിർമൂലമാക്കണം. ജാതികളെ നശിപ്പിച്ചില്ല. അതിനെ പറ്റി അബദ്ധം കൂടെ പറയാതെ പറഞ്ഞ് വിസ്തരിക്കാൻ നേരമില്ല. അബദ്ധം എന്ന് പറഞ്ഞ് നിർത്താം. ഒടുവിൽ ശൗല് മരിച്ചു. വചനം പഠിക്കുന്ന ദൈവദാസന്മാർക്ക് ശൗൽ മരിച്ചു. ശൗൽ എങ്ങനെയാ മരിച്ചേ? ഉറക്കെ പറ. ഇങ്ങനെ വെച്ചാ ഞാൻ അലച്ചോ? ശൗൽ എങ്ങനെ മരിച്ചു? വാണിന്മേൽ അങ്ങനെ ഉണ്ടോ? രാജു വന്നു. ശൗൽ എങ്ങനെയാ മരിച്ചെന്ന് നാളെ അമ്മ പറഞ്ഞ് ജീവൻ പോയപ്പോ ചത്തന്ന്. ശൗല് മരിച്ചത് ഈ ശമൂവേലിന്റെ പുസ്തകം 1 ശമൂവേലിന്റെ പുസ്തകം, ശമൂവേലിന്റെ 1 പുസ്തകം 31 പഠിച്ചാൽ വാളിന്മേൽ വീണ് മരിച്ചെന്ന് തോന്നും. ആത്മഹത്യ ചെയ്തെന്നൊക്കെ ചെല്ല് പറയാറുണ്ട്. അങ്ങനൊന്നും അല്ല. വായിച്ചേ 31:1 മുതല്. എന്നാൽ ഫെലിസ്ത്യർ ഗിൽബോവ പർവ്വതത്തിൽ നിഹതന്മാരായി വീണു. ഫെലിസ്ത്യർ ശൗലിനെ അവന്റെ പുത്രന്മാരെയും പിന്തുടർന്ന് ചെന്ന് ഫെലിസ്ത്യർ ശൗലിന്റെ മകനാകുന്ന യോനാനാൻ, അബീനാദാബ്, മിൽക്കീഷുവ എന്നിവരെ വാളിന്റെ വായ്ത്തലിക്ക് വെട്ടിക്കൊന്നു അടുത്തത്. എന്നാൽ ശൗൽ പടലിന് നേരെ ഏറ്റവും പടർന്നു. അവൻ വില്ലാളികൾ അവൻ വിഷമത്തിലായി അടുത്തത്. ശൗൽ തന്റെ ആയുധവാഹകനോടെ അഗ്രകർമ്മികൾ തന്നെ കുത്തിക്കളയെ അപമാനിക്കാതിരിക്കുക ചെയ്യേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കുത്തുകാന്ന് പറഞ്ഞു. ആയുധവാഹകൻ ഭയപ്പെട്ടത് കൊണ്ട് മനസ്സ് വന്നില്ല. അടുത്തത്. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ശൗൽ മരിച്ചുവെന്ന്. അപ്പൊ ഈ ഭാഗം പഠിച്ച ശൗൽ എങ്ങനെ മരിച്ചെന്ന് തോന്നും.
വീണ് മരിച്ചെന്ന് തോന്നും, പക്ഷെ വീണ് മരിച്ചില്ല. ശൗലൊരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. അങ്ങനല്ലേ മാമോ? ആ മരിച്ചോട്ടെന്ന് ഞാൻ വീണെന്ന കാര്യം വായിച്ചേച്ച്. വീണു. ആ ആ അപ്പൊ എങ്ങനെ മരിച്ചെന്നാ? വാൾ പിടിച്ച് മരിച്ചതെങ്ങനാ? ആ മരിച്ചത് എങ്ങനെയാന്ന് വീണ് മരിച്ചെന്ന് എഴുതിയിട്ടുണ്ടോ? പുസ്തകത്തിൽ എഴുതിയതേ വായിക്കാവുള്ളൂ. അതിന്മേൽ വീണു. മരിച്ചത് എങ്ങനെയാന്നാ? മരിച്ചതിന്റെ വേറൊരു ഭാഷയാ കൊന്നു, പിന്നെ വേറൊരെന്നാ ചത്തു. അവിടെ സൂക്ഷിച്ച് വായിച്ചാൽ ശൗലൊരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ഫുൾ സ്റ്റോപ്പ്. ഒരു കുത്തുണ്ടോ? ഇല്ലേ? എന്റെ ബൈബിളിൽ ഉണ്ടായിരുന്ന ഒരു കുത്ത് ഉണ്ടല്ലോ, ഓട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു സെന്റൻസ് പൂർത്തീകരിച്ചു. അടുത്തത് ഇംഗ്ലീഷ് അറിയാൻ മേലിൽ ഒരു സെന്റൻസ് എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. പിന്നെ അപ്പം ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പദമാണ് ശൗൽ മരിച്ചുവെന്നായത് വാചകൻ കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ വീണതിനും അവൻ മരിച്ചതിന് ഇടയ്ക്കൊരു സംഭവം നടന്നു. അതിനാ കുത്ത്. തെളിവ് ഉൽപ്പത്തി 1:1. അത് തന്നെ. ശൗലിന്റെ പേരെന്തെങ്കിലും വായിച്ചു വായിക്കാൻ കുത്തുണ്ടോ? ആ വായിര്. അപ്പൊ ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഫുൾ സ്റ്റോപ്പ്. അടുത്തത് ഭൂമി പാഴായും. അപ്പൊ ഈ പാഴ്ശൂന്യമായ ഭൂമിയും ആദിമ ഭൂമിയുമായിട്ട് എന്നെക്കാൾ വചനം പഠിപ്പിക്കുന്നല്ലേ എത്രയോ കോടി കൊല്ലം വ്യത്യാസം എന്ന് പറഞ്ഞതുപോലെ ശൗലൊരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ഫുൾ സ്റ്റോപ്പ്. ശൗൽ മരിച്ചുവെന്നായത് ഭാഗം കണ്ടു. അവൻ കണ്ടതിനും അവൻ വീണതിനും ഇടയ്ക്കൊരു സംഭവം. വായിരെ ശൗമേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ. ശൗല് മരിക്കുകയും ദാവീദ് അമാലിക്കരെ സംഹരിച്ച് മടങ്ങി വന്ന് സിക്ലാഗി വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തടയിൽ പൂടിയെല്ലാം മാറിയിട്ട് പാളയത്ത് നോടി ദാവീദിന്റെ അടുക്ക വന്ന് സാഷ്ടാംഗം വീണവനെ നമസ്കരിച്ചു. പിന്നെ നീ എവിടെ നിന്ന് വരുന്ന യോജന ഇസ്രായേൽ പാളയത്ത് ഓടിപ്പോരിയാന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം. കാര്യമെന്തായി പറക എന്ന് ചോദിച്ചതിന് ജനം പടകിൽ തോറ്റോടി അനേകർ പടകിൽ പെട്ടുപോയി. ശൗലോന്റെ മകൻ യോനാഥാനും പടകിൽ പെട്ടുപോയി ഉത്തരം പറഞ്ഞ് വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരോട് ദാവീദ് ശൗലോന്റെ മകൻ യോനാഥാനും പടകിൽ പെട്ടുപോയത് നീ എങ്ങനെ അറിഞ്ഞുവെന്ന് ചോദിച്ചതിന് വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരൻ ശൗലിനോട് ആ ദാവീദിനോട് ഞാൻ എതിർച്ചയാ. ഗിൽബോവ പർവ്വതത്തിൽ വന്നപ്പോൾ ശൗൽ തന്റെ കുന്തത്തിന്മേൽ ചാരി നിൽക്കുന്നതും തേര് കുതിരപ്പടയിൽ തുടർന്നെടുക്കുന്നതും കണ്ടു. അവൻ പുറകോട്ട് നോക്കി എന്നെ വിളിച്ചു. അടിയനിതാ എന്ന് ഉത്തരം പറഞ്ഞു കൊടുത്തത്. നീ ആരെന്നവൻ എന്നോട് ചെയ്ത് ശൗല് കുന്തത്തിൽ കിടക്കുക. നീ ആരെന്നവൻ എന്നോട് കുന്തത്തെ കിടന്നുകൊണ്ട് ചോദിച്ചു. അടുത്തത് ഞാനൊരു അമാലിലേക്കിന്റെ ഭൃത്യനാ. നീ അടുത്ത് വന്ന് എന്നെ വെട്ടിക്കൊല്ലുക. എന്റെ ജീവൻ മുഴുവൻ എന്നിലിരിക്ക കൊണ്ട് എനിക്ക്. അടുത്തത് അങ്ങനെ ആയുധം കയറ്റി മരിക്കാൻ ജീവൻ പോയില്ല. ഒടുവിൽ അമാല്യക്കൻ ജാതികളെ നീക്കാൻ പറഞ്ഞ് നീക്കിയില്ല. നീക്കാതിരുന്നവൻ ആ ഒടുവിൽ പുള്ളിയെ വെട്ടിക്കൊന്നത് എന്ന് പറഞ്ഞാൽ പ്രമാണം തെറ്റിയ ചാകാൻ നോക്കിയാൽ പോലും ഒക്കത്തില്ല. ആത്മകത്തേക്ക് ആയുധം കയറ്റത് അതില്ല. വലിച്ചു കിടക്കുക. നോക്കിയപ്പോ അമാലിക്കൻ പാടാന്ന് പറഞ്ഞ് വെട്ടിക്കൊല്ലാൻ. പണ്ടൊരു തന്നെ ആത്മഹത്യ ചെയ്യാൻ റെയിൽവേ പാളത്തിൽ ട്രെയിൻ മരുന്ന് കണ്ട് തല വെച്ചു. കുറച്ച് കഴിഞ്ഞ് തല പോകുന്നില്ല. നോക്കിയപ്പോ ട്രെയിൻ വേറെ പാളത്തിൽ കൂടെ. ഉണ്ടോ അവന്റെ ഗതികേട്? ഒടുവിൽ കണ്ടു ഗുണമാകുകയല്ലെന്ന. നീ പ്രമാണത്തിൽ നിന്നില്ലേ ചാകാൻ നോക്കിയാൽ പോലും ഒക്കത്തില്ല. പ്രൈസ്തലോ. പ്രമാണത്തിൽ നിനക്ക് നല്ല അന്ത്യം ദൈവം തരും. ഭക്തന്മാര് മരിക്കുന്നത് പോലെ മരിക്കാൻ ഭാഗ്യമെല്ലാവർക്കും ലഭിക്കട്ടെ. അല്ല, വരവാണെങ്കിൽ എല്ലാരും എടുക്കപ്പെടട്ടെ. അമാലേക്കിനെ നിർമൂലമാക്കാൻ പറഞ്ഞ് നിർമൂലമാക്കാതിരുന്നവിടെ നിർമൂലമാക്കാതിരുന്നവൻ ഇവനെ വെട്ടിക്കൊന്നു.
അതെ, തള്ളിക്കിടാനുള്ള രണ്ടാമത്തെ കാരണം ജാതികളെ നശിപ്പിച്ചില്ല. പിന്നെ ആ വാക്യത്തിൽ തന്നെ 4 കാര്യമാണ് തള്ളിക്കിടാൻ. ഒന്ന്, ജാതികളെ നശിപ്പിച്ചില്ല. അടുത്തത്, അവർ ജാതികളോട് ഇടകലർന്ന് വിശ്വാസി അവിശ്വാസിയുമായി ഇണകില്ല പിണ കൂടരുത്. വിഗ്രഹങ്ങൾക്ക് ദൈവാലയത്തോട് പണ്ടൊരുത്തം വായിച്ചു കൊടുത്തു. വിഗ്രഹങ്ങൾക്ക് ദൈവാലയത്തോട് എന്തൊരു യോഗ്യത. പ്രസംഗിച്ച പുള്ളിക്കും വലിയ തിട്ടമല്ല, പുള്ളിയും പ്രസംഗിച്ചു. എന്തോ ഒരു യോഗ്യത. വിശ്വാസി അവിശ്വാസിയുമായി ഇണകില്ല പിണ കൂടരുത്. നീ വേർപെട്ട ദൈവ പൈതല, നീ രക്ഷിക്കപ്പെട്ട ദൈവ പൈതല. മനസ്സിലായോ? സ്തോത്രം. അപ്പൊ തള്ളിയിടാനുള്ള ഒന്നാമത്തെ കാര്യം ബാൽപയോർ. ഇനി വിസ്തരിക്കാൻ അങ്ങ് പോയിന്റ് പറയാ. ബാൽപയോറിനോട് ചേർന്നു. 2, ജാതികളെ നീക്കിയില്ല. 3, ജാതികളോട് ഇടകലർന്നു. അടുത്തത്, അവരുടെ പ്രവൃത്തി പഠിച്ചു. 4ാമത്തെ പോയിന്റ് 34. അത് 4 എണ്ണമായി. ഇന്നെങ്കിലും പള്ളു പറയത്തില്ലല്ലോ. അവർ ജാതികളുടെ പ്രവൃത്തി പഠിച്ചു. അതല്ലേ ഇപ്പൊ ആത്മീക ലോകത്ത് ജാതികടതെല്ലാം സഭയ്ക്കകത്ത് കയറ്റിയില്ലേ? ഞാൻ ആ ഭാഗം ഇങ്ങനെ ധ്യാനിച്ചൊന്ന് ചിന്തിച്ചു. ജാതികടതെല്ലാം ഇതിനകത്ത് കയറിയോ എന്ന് നോക്കിയപ്പോ ഞാനൊരു 118 കൂട്ടം കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. 21 മൂള് 118 കൂട്ടം കാര്യം ആത്മീക ലോകത്ത് പകർത്തിയത്. 1-2 പറയട്ടെ. നീ വേണേ കേക്ക്. ഈ പോയിന്റ് നീ ഒന്ന് കുറിച്ചെടുത്തു. 118 ഞാൻ കുറിച്ച് വച്ചേക്കുന്നത്. ഏതാ ഇങ്ങോട്ട് പോകണമെങ്കിൽ അവിടുത്തെ പകർത്തിയത്. 1, ഇപ്പൊ പെന്തിക്കോസുകാരെല്ലാം ബർത്ത്ഡേ ആഘോഷിക്കും. ചിലര് പിള്ളേർക്ക് 2-3 വയസ്സ് വരുമ്പോ ആഘോഷം. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ആ കുഞ്ഞുങ്ങളെ ദൈവസന്നിധി കൊണ്ടുവന്നോ. കർത്തദാസന്മാര് ശിരസി കൈവച്ചോ. അല്ലെ അന്നേരം ദിവസം നിന്റെ വീട്ടിൽ ഒരു യോഗം അങ്ങ് വെക്ക്. 10 ദൈവമക്കൾ വന്നെങ്കിൽ സ്വോത്രം ചെയ്യട്ടെ. ഇത് അതല്ലല്ലോ. കൊച്ചിന് പുതിയ ഉടുപ്പിടിപ്പിച്ച് കേക്ക് മുറിച്ചു, മെഴുകുതിരി കത്തിച്ചു. കഴുത ഇന്ന് രാത്രിയെങ്കിലും മാനസാന്തരപ്പെടുക. വേറെ പുസ്തകത്തിൽ 3 പേര് ബർത്ത്ഡേ ആഘോഷിച്ച 3 എണ്ണത്തിന്റെ തല പോയി. ഹെരോലാവിന്റെ ബർത്ത്ഡേയുടെ അന്നാണ് ഇല്ലെ പെങ്കൊച്ചിന്റെ തിന്തരികടതോ ഏതാ അവിടെ പേര് മറന്നുപോയി. അവിടെ പേര് പെങ്കൊച്ചിന്റെ പേര് ഞാനും മറന്നുപോയി. ഞാൻ അങ്ങോട്ട് സിസിലി കിടക്കട്ടെ. അവള് കുച്ചിപ്പിടി കളിച്ച് ഹെരോദാവിന്റെ കണ്ടപ്പോ അയാളെ ഇറങ്ങിയിരിക്കുക. അയാൾ ചോദിച്ചു എന്ത് വേണമെന്ന്. അവള് പറഞ്ഞു വെയിറ്റ് ചെയ്യും, മമ്മിയോട് ചോദിക്കണ്ടെന്ന്. മമ്മിയോട് പറഞ്ഞ ഊതച്ചിയുടെ തലയെടുക്കാൻ പറഞ്ഞു. അവളത് പറയാൻ കാര്യമുണ്ട്. ഇവക്ക് വേറെ വഴിവിട്ട ജീവിതം ഉണ്ട്. യോഹന്നാൻ അവളെ ചിലരെന്നെ പറ്റി പറയുന്നതെന്നറിയോ, അല്ലെ പൊതുവിൽ എല്ലാരെയും അങ്ങ് ആക്ഷേപിക്കും. അങ്ങനെ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് യോഹന്നാൻ ആക്ഷേപിച്ചെന്നാ ഇല്ലേ? ആയിരം നീ കേക്കടാ അരുതേ. അങ്ങനെ തന്നെ പുസ്തകത്തിൽ നിന്നെ ഇനി ഞാൻ ആക്ഷേപിക്കൂടാ. പ്രമാണം വിട്ട് നടക്കുന്ന നിന്നെ ഞാൻ പിന്നെ എന്നാ ഉപ്പാപ്പാന്ന് വിളിക്കുവോ? കണ്ണും കാണാൻ മേല പോകരുത്, കേട്ടേച്ച് പോ. നീ ഗുണമാകുന്നു. അതെ ഇത് ഭയങ്കര ചെറുതാന്നതിലും ഭാഗ്യമുണ്ടല്ലോ. ലൂക്കോസ് 3:18-19 വായിര്. അമ്മാമ്മോ വായിര്, കേക്കട്ടിവനല്ല. സഹോദരന്റെ ഭാര്യ ഹെരോദ്യ നിമിത്തം ആക്ഷേപിച്ചെന്ന് തന്നെ എഴുതിയേക്കുന്നത്. സഹോദരന്റെ ഭാര്യയെ വെക്കുന്നതിനെ പിന്നെ സെൻട്രൽ പാസ് എന്ന് വിളിക്കണോ? സഭയിലെ വിശ്വാസിക്കുന്ന ഈ മൊബൈലിൽ അയക്കുന്നതിനാടാ ഭാര്യ. ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുന്ന ഭാര്യയുടെ മൊബൈൽ ഭർത്താവിന്റെ കൈ കൊടുക്കുക, ഭർത്താവിന്റെ ഭാര്യനോട് കൊടുക്കുക. ഒരാഴ്ചത്തേക്ക് ഡിലേറ്റ് ചെയ്യാതെ അങ്ങനെ കൊടുക്കുകയാണ്. നിങ്ങളല്ല ഇനി എല്ലാത്തിനും വീണ്ടും കല്യാണം നടത്തിക്കണം.
സ്തോത്രം. വേണ്ട എന്റെ മൊബൈല് നോക്ക് നീ, ഇതിനകത്ത് വല്ല കുന്തക്കോടാലി വല്ല കൊണ്ടുവന്നു കൊണ്ടുപോക്കോ, കൊണ്ടുപോയി അവിടെ തട്ടാലോ എവിടെയെങ്കിലും കൊണ്ടുപോകും. തുറന്ന പുസ്തകമാണ്. നിന്റേത് എനിക്കൊന്ന് തരാമോ? എനിക്കറിയത്തില്ല, ഞാൻ ആമ്പിള്ളാരെ കൊണ്ട് നോക്കിക്കാം. പ്രാഗൽഭ്യത്തോടെ നിൽക്കു നീ. നിന്റെ മൊബൈലിനകത്ത് ആരുടെയൊക്കെ ഫോട്ടോയാടാ? ആർക്കൊക്കെ അയച്ചേക്കുന്നത്? ഹായ് ഹായ്. ദൈവം നിന്നെ ന്യായം വിധിക്കും. ഇത് തീക്കളിയാ, തീക്കളിയാ, തീക്കളിയാ. സകല ഹൃദയ രഹസ്യങ്ങളും അറിയുന്നൊരു ദൈവമുണ്ട്. അവന്റെ മുമ്പാകെ ജലിപ്പിക്കുന്ന അഗ്നിയാ. ഹല്ലേലൂയ. ആക്ഷേപിച്ചു. അങ്ങനെ ആക്ഷേപിക്കാതിരിക്കും. സഹോദരന്റെ ഭാര്യയും വെച്ചോണ്ടിരിക്കുന്നതിന് പിന്നെ അതാ തള്ള പറഞ്ഞത് അയാളുടെ തലയെടുത്തേക്കാൻ. എന്റെ തലയെടുക്കാനും ചില അവന്മാര് നീ തലയെടുക്കും. നിന്നെ ഞാൻ തല ഏതായാലും രണ്ടും കൽപ്പിച്ചാ ഞാൻ പറഞ്ഞേക്കുന്നത്. നിങ്ങളല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ മതി. സ്തോത്രം. ദൈവം എനിക്കൊരു പ്രത്യേക ധൈര്യോഭിഷേകം തന്നിരിക്കുന്ന സ്തോത്രം. പ്രമാണത്തിൽ നിന്നോണം നിന്റെ വഴിപെട്ടുള്ള ജീവിതം. നിന്റെ മൊബൈലിനകത്തെ കുന്തവും അങ്ങോട്ട് തട്ടും അടിച്ച് ദൈവം നിന്നെ ശരിയാക്കും. ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെട്ടോണം. പരമാർത്ഥമായിട്ട് ജീവിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്. അവര് ദൈവത്തെ സ്തുതിക്ക്, അവര് ദൈവത്തിന് മഹത്വം കൊടുക്ക, അവര് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. അല്ലാത്തവർ ഇന്ന് രാത്രി മടക്കി വാ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഭയത്തോടെ യഹോവയെ സേവിക്കുക, പുറകിലോടെ ഘോഷിച്ചുല്ലസിക്കുക. യഹോവ മഹാദൈവമാ. ഹല്ലേലൂയ. എന്റെ ബർത്ത്ഡേ, അയ്യോ ഇപ്പം ബർത്ത്ഡേ മാത്രമല്ലോ, വെഡിങ് ആനിവേഴ്സറി, വിവാഹ വാർഷികം. പുതിയ ചുരിദാർ മേടിച്ചു, പുതിയ സാരി മേടിച്ചു കൊടുത്തു അവളെ ആയിട്ട്. പിന്നെ അവിടെ കയറി ഇവിടെ കയറി. നാട്ടിലൊക്കെ തന്നെ കടപ്പുറത്തൂടെ ഐസ്ക്രീം ഞൊണഞ്ഞ് മതികടാ ഞൊണഞ്ഞത്. വയസ്സ് 55 ആയല്ലോ, ഐസ്ക്രീം ഞൊണഞ്ഞ്. അവന് യോഗത്തിന് വരാൻ കഴിയല്ല, ഞൊണഞ്ഞ് നടക്കുക കടപ്പുറത്തൂടെ. പന്ന പട്ടി നടക്കുകയല്ലേ പന്ന. നമ്മുടെ കടപ്പുറത്ത് അവിടെ ഞാൻ കണ്ടതാ. ആ ഇങ്ങോട്ട് നോക്ക ചാച്ചാ, നമ്മളൊരു നാട്ടുകാരല്ലേ ചാ. നീ ദൈവത്തെ ഭയപ്പെട്, നടത്തിയ ദൈവത്തിന് മഹത്വം കൊടുക്ക്. 118 കാര്യമായാലും. 1 വെഡിങ് ആനിവേഴ്സറി, 2 ബർത്ത്ഡേ, ഇനിയുണ്ടൊത്തിരി. പ്രായമുള്ളവർക്ക് സൂക്കേട് തുടങ്ങി. സപ്തതി ഷഷ്ടി, മുതുക്കായിട്ടും തീരത്തില്ലല്ലോ തൂക്കേട്. സപ്തതി 60, 70, ഷഷ്ടി 70, കൊച്ചമ്മയ്ക്ക് 60, അച്ചായന് 70, സപ്തതി ഷഷ്ടി. 2 കസാര ഇരുത്തി. ഇപ്പൊ കാശുണ്ടല്ലോ പിള്ളേർക്ക്. കേക്ക് മുറിച്ചേച്ച് തള്ളയുടെ നാളൊരു തള്ളയ്ക്ക് കൊടുത്തപ്പോ മൂക്കിനകത്ത് കയറി. തന്തയ്ക്ക് വിറവലിന് അത് കൊള്ളതാ. അതിന് തന്നെ ഒരു അസുഖത്തിന്റെ പേരും അല്ല ഇങ്ങനെ വിറയ്ക്കുന്നേ. അങ്ങോട്ട് കുത്തിക്കയറ്റിയ മൂക്കിനകത്ത് കയറി. എന്തൊക്കെയായി കാണിക്കുന്നത്? ദൈവത്തെ ഭയപ്പെട്, ദൈവത്തിന് സ്തോത്രം ചെയ്യ. സപ്തതി ഷഷ്ടി ഹിന്ദുക്കളുടെ ആചാരമാ. ഏകാദശി, ദ്വിതീയദശി, ത്രയോദശി, ചതുർദശി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, 10 മൂർത്തിയാ. ഇതല്ലേ പെന്തിക്കോസുകാർക്ക് അറിയാമോ മൂർത്തി? നീ സപ്തതി ഷഷ്ടി നടത്തുമ്പോ മൂർത്തി ശക്തി കയറുക. അതല്ലേ പിന്നെ ഇവന്മാർ അടിച്ചയച്ചിന്റെ കൈയടിക്കുക, സ്തോത്രം പറയില്ലല്ലോ. സപ്തതി കൂടിയപ്പോഴേ വ്യാഴി കയറി. ഏകാദശി ഗുരുവായൂര്, തൃതീയദശി മഹാവിഷ്ണുവിന്റെ വേറൊരു ഭാഗം, ത്രാദശി 4 തല 1 തല പോയല്ലോ, പുരാണമാ.
പഞ്ചമി പഞ്ചപാണ്ഡവന്മാരുടെ വേറെ വകുപ്പുകളാ. പിന്നെ സപ്തതി, ഷഷ്ടി, നവമി, മഹാനവമി, വിജയദശമി, സരസ്വതി, ഭദ്രകാളി. ആരെ സ്വാതന്ത്ര്യപ്പെടടാ. ഇനി ഇത് കൂടുതൽ പ്യായി നിന്നെ എടുത്തിട്ട് അമ്മാനെ പണ്ട് വെള്ളയ്ക്ക് അമ്മാനം ആടും പോലെ യാതൊരു മര്യാദയെല്ലാം വിട. നീ ദൈവത്തെ ഭയപ്പെട. പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാമൂലുകളും വിട. ദൈവത്തേക്കിലേക്ക് വാ. തള്ളിയിടാനുള്ള കാരണമാ. ഇപ്പൊ നിനക്ക് തൃപ്തി ആയില്ല. പോയിന്റ് ഇതാ പോയിന്റ്. ഒന്ന്, ബാൽബയോനോട് ചേർന്നു. 2, ജാതികളെ നശിപ്പിച്ചില്ല. 3, അവരുടെ ഇടകലർന്നു. 4, അവരുടെ പ്രവൃത്തി പഠിച്ചു. ആ പ്രവൃത്തി 118 കാര്യം. ഇനിയുണ്ടൊത്തിരി. കല്യാണം കഴിയുമ്പം അമ്മക്കച്ച പണ്ട് കച്ചയാ, കച്ചമുറിയാതുണ്ട്. ഇപ്പൊ സാരിയാ. അന്നേരം ആ നോട്ടം ഇപ്പം മേടിക്കട്ടെ, ഉണ്ണെ കൊടുക്കട്ടെ, ഉണ്ണെ വീഡിയോക്കാരെ അമ്മമ്മ ഇപ്പം മേടിക്കരുത്, ചരിഞ്ഞാട്ടെ, താടി ഒന്ന് കളത്തിയാട്ടെ. ലോകത്തിന് കരുതിക്കാൻ പറഞ്ഞാൽ ഇവള് ഞണ്ട് വലിയും പോലെ പുറകോട്ട് വലിയും. വീഡിയോക്കാരൻ പറയുമ്പോ ഏത് പോസ് വേണേലും നിന്ന് കൊടുക്കും. അമ്മക്കച്ച യാതൊരു മര്യാദയാ. ഒത്തിരി ഉണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആലോക്യം ഉണ്ടാക്കും. നാട്ടിൽ ഇവിടുത്തെ അറിയത്തില്ല, നാട്ടിൽ പുതിയ പെന്തിക്കോസുകാർ പുതിയ വീട് വെക്കുമല്ലോ. ദൈവം കൊടുക്കുന്നത് എതിർക്കുന്നില്ല. ഉടനെ പാല് കാച്ചുന്നു. ജാതികടവാ പാല്. ഞാനൊരു കയറി താമസത്തിൽ എന്നെയും വിളിച്ചു വചനം പ്രസംഗിക്കാൻ ചെന്നു. വെള്ളമായതുകൊണ്ട് അകത്തോട്ട് കയറിയില്ല. ഞാൻ ആ സെറ്റിയിൽ അവിടെ ഇരുന്നു. തീ എത്തിക്കാൻ അടുക്കളയിലോട്ട് പോവാ പാസ്റ്റർ. അപ്പം വേറൊരു പഴയ പെന്തിക്കോസുകാർ തള്ള ഉറക്കെ പറയുക, എന്നെ അവർ കണ്ടില്ലെന്നാ തോന്നുന്നത്. അതോ മനസ്സിലാകാഴിയോ? സൂസമ്മേ തിളച്ചു തൂവണേ, പാല് തിളച്ചു തൂവണമെന്ന്. ചരിത്രത്തിലോട്ട് പോകുന്നില്ല, ഹൈന്ദവ ആചാരമാ. ഞാൻ ചോദിച്ച തള്ളേ നിങ്ങൾ പെന്തിക്കോസാന്നോന്ന് ചോദിച്ചു. ഏത് കോസാ? പിന്നെ അത് കഴിഞ്ഞ് ഞാനാ പ്രസംഗിച്ചത്. തള്ള കഴിക്കാതാ പോയത്. ഇവരെ നൂട്ടുന്നില്ലെന്ന് ഞാനും കരുതി. കൂതാശ, ജാതികളുടെ വഴി പഠിക്കരുത്, വേർപെട്ട ദൈവ മക്കളാ. അപ്പൊ ഇപ്പൊ 4 പോയിന്റ്. ഒന്നുകൂടെ പറയാൻ 5 ഒരു കണക്കിരിക്കട്ടെ. തള്ളിയിടാനുള്ള 5ാമത്തെ കാരണം 106 സങ്കീർത്തനത്തിന്റെ 24 വാക്യം. അത് വായിച്ചങ്ങ് നിർത്താൻ. തള്ളിയിടാനുള്ള അടുത്ത കാര്യം, മനോഹര ദേശത്തെ നിരസിച്ചു. ഏതാ മനോഹര ദേശം? കനാൻ നാട്. എന്താ കനാന്റെ പ്രത്യേകത? ഒറ്റ വാക്യം, ഒത്തിരി വാക്യം പറയാനുണ്ട്. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യവും 106 സങ്കീർത്തനം മുമ്പേ വായിച്ച 24-ാം വാക്യവും ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 10, 11, 12 വാക്യം എല്ലാം പറയേണ്ടത്. എല്ലാം വായിക്കാൻ നേരമില്ല. ഒരു വാക്യം വായിച്ചു നിർത്താം. ആവർത്തന 8-ന്റെ 7. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയ്ക്കുന്ന മലകുന്ന പുറപ്പെടുന്ന നീരെടുക്കളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പ്, യവോ, മുന്തിരി, അത്തി, മാതളമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നത്, ഒന്നിന് കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നത്, മലകളിൽ നിന്ന് താമരം വെട്ടിക്കെടുക്കുന്ന ദേശം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവനെ സ്തോത്രം ചെയ്യ്. നല്ലൊരു ദേശത്തേക്ക് ആ ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്. മനോഹര ദേശം, സുന്ദര ദേശം, സുരഭില ദേശം. ഏതാ? അവൻ ഗോതമ്പ്, യവോ, മുന്തിരി, അത്തിയും വ്യാഖ്യാനിക്കാൻ നേരമില്ല. ഗോതമ്പ് അതിൻ്റെ കാമ്പ് കടിക്കണം. മുന്തിരി ഉന്മേഷ ഉണർവുണ്ടാക്കുന്നതാ. അത്തി രോഗശാന്തി. വ്യാഖ്യാനിക്കാൻ നേരമില്ല. ഈ കൃപയിൽ വന്നാൽ നിനക്കതെല്ലാം അനുഭവിക്കാം. ഇവിടെ രോഗശാന്തിയുണ്ട്, ഇവിടെ അന്യഭാഷയുണ്ട്, ഇവിടെ പ്രവചനമുണ്ട്, ഇവിടെ വീര്യപ്രവൃത്തിയുണ്ട്, ഇവിടെ ആത്മനിറവിന്റെ ആരാധനയുണ്ട്, ഇവിടെ ഗോതമ്പിന്റെ കാമ്പുണ്ട്. നല്ലൊരു ദേശത്തേക്ക് ദൈവം തന്നെ വിളിക്കുക. ആ സുന്ദര ദേശം, സുരബല ദേശം, മനോഹര ദേശം, രാജസുള്ള ദേശം നിരസിക്കരുത്. ആ ദേശത്തേക്ക് നമുക്ക് പോകാം. നമുക്ക് അങ്ങ് ചെല്ലാം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്.